ഫലസ്തീനെക്കാട്ടിയും ക്ലാരിറ്റി ഉള്ള വേറൊരു വിഷയം നമുക്ക് റസൂൽ എന്താ ചെയ്തതെന്ന് കാണിക്കാൻ നമ്മുടെ ഒരു സർക്കിളിൽ ഇപ്പം ഇല്ല. അതായത് BDS മൂവ്മെന്റ് എന്നിട്ടൊരു വലിയൊരു കൺസെപ്റ്റ് നമ്മൾ വിചാരിക്കുന്ന ചെറിയൊരു ബോയ്ക്കോട്ട് മാത്രമുള്ള പരിപാടിയല്ല. എല്ലാ ബ്രാൻഡുകളെയും അറ്റാച്ച് ചെയ്തിട്ട് അങ്ങോട്ട് ഇത് ഇസ്രായേൽ സപ്പോർട്ടാണോ? വേണ്ട, ഇസ്രായേൽ സപ്പോർട്ട് വേണ്ട. നിങ്ങൾ പ്യൂമയെ ബോയ്ക്കോട്ട് ചെയ്യണം. എന്തിനാണ് നിങ്ങൾ പ്യൂമനെ ബോയ്ക്കോട്ട് ചെയ്യുന്നത്? പ്യൂമക്ക് ഇസ്രായേൽ ഫുട്ബോളായിട്ട് എന്തുണ്ട്? അസോസിയേഷനായിട്ട് സ്പോൺസർഷിപ്പ് ഉണ്ട്. കുറച്ചൊക്കെ തക്കുമാരൊക്കെ ഉള്ളവരെന്ത് ചെയ്യും? പെപ്സിയും കൊക്കക്കോളയൊക്കെ നിർത്തും. കാരണം ഇത് കുടിക്കുമ്പോൾ ഒരു ചങ്ക് കിട്ടുന്ന ഒരു ഇടങ്ങേറുണ്ടല്ലോ. ഞാൻ ഒറ്റക്ക് എന്താണ് പെപ്സി ഉപയോഗിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ കൊക്കക്കോള എടുത്തില്ലെങ്കിൽ നമുക്ക് എന്ത് മാറ്റം ഇസ്രായേൽ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഫലസ്തീനിൽ എന്ത് മാറ്റം ഉണ്ടാകും? ഇവിടെ കിങ് കൺസ്യൂമേഴ്സ് ആണ്. കൺസ്യൂമർ തീരുമാനിക്കുക, ഒരുമിച്ച് തീരുമാനിക്കുക. ഞങ്ങളെ പൈസ കൊണ്ട് ഈ പരിപാടി ഒന്നും നടക്കൂല കേട്ടോ. അതാണ് BDS മൂവ്മെന്റിന്റെ ഏറ്റവും വലിയ സാധ്യത. ആളുകൾ കൂടി തീരുമാനിച്ചാൽ ഒരു കമ്പനീന്റെ പോളിസി മാറ്റാൻ അവർക്ക് കഴിയും. അറബിയിലൊരു ചൊല്ലുണ്ട്, കസുറത്തുൽ മിസാസ് തുമീത്തുൽ ഇഹ്സാസ്. അത് ദ മോർ യു ടച്ച് ദ ലെസ് യു ഫീൽ. അതാണ് ആ ചൊല്ല്. അത് കഴിഞ്ഞൊരു 8-8.5 മാസമായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തൊരു സാധനം, നമ്മുടെ ഓരോരുത്തരുടെയും ഫീഡ് ഇങ്ങനെ ഫലസ്തീനുമായി ബന്ധപ്പെട്ട ഓരോ ന്യൂസുകളും റീലുകളായിട്ട് ഇങ്ങനെ വന്ന് നിറഞ്ഞ് തുടക്കത്തിലുണ്ടായിരുന്ന ഒരു ഞെട്ടലുണ്ടല്ലോ. ഞെട്ടൽ കാലങ്ങളായിട്ടുണ്ട്. പക്ഷെ ആ തുടക്കത്തിലുണ്ടായ ഞെട്ടൽ ഇങ്ങനെ വെല്ല മാറി. നമ്മൾ ഓരോന്നിങ്ങനെ കാണുമ്പോൾ ഇങ്ങനെ ഉണ്ടില്ലേ അതിന് ഒരു കമൻറ്റിൽ അത് ഒതുങ്ങിപ്പോയി, ഒരു കഫിയിൽ അത് ഒതുങ്ങിപ്പോയി എന്നൊക്കെ ഒരു തോന്നൽ. ഇങ്ങനെ എന്തോ ഒരു എന്താ പറയുക, ഒരു ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടല്ലോ. അത് ഭയങ്കര നോർമലൈസ് ആയിപ്പോയി ഉള്ളൊരു അവസ്ഥ. കാരണം 7-8 മാസമായാലും തുടങ്ങിയിട്ട് എന്നല്ല, ഈ നമ്മൾ കൂടുതലും ഇതിൽ ശ്രദ്ധിച്ചു തുടങ്ങിയിട്ട്, ഞാനൊക്കെ കൂടുതലും ഇതിൽ അറിയാൻ തുടങ്ങിയിട്ട് ഇങ്ങനെ ആയി. അപ്പോൾ ഇതിങ്ങനെ ഭയങ്കര ഒരു ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു എന്താ പറയുക, ഭയങ്കര ഒരു നിസ്സഹായാവസ്ഥ ഫീൽ ചെയ്യാം. എന്താണ് ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റുക? എന്താ എനിക്ക് തോന്നുന്നു പിന്നെ നമുക്ക് എന്താ ഇപ്പോൾ ഇതിൽ കാട്ടാൻ? എന്താ ശരിക്കും നമ്മൾ അവിടെ പോയിട്ട് ഓലെ പ്രാക്ടിക്കലി അങ്ങനെ ചിന്തിക്കലൊക്കെ ഉണ്ട്. ഇങ്ങനെ ഇപ്പോൾ അവിടെ പോവുക, ഓലെ സപ്പോർട്ട് ചെയ്യുക, ഓലപ്പോൾ ഓലെ റെസിസ്റ്റൻസിൽ പങ്കാളിയാവുക. പക്ഷേ നമുക്ക് പ്രാക്ടിക്കലി പറ്റൂല. പിന്നെ ഇങ്ങനെ കുറേ ഓപ്ഷൻസ് ഓലായിട്ട് നമുക്ക് എങ്ങനെയൊക്കെ ചേർന്ന് നിൽക്കാൻ പറ്റും, അങ്ങനെയൊക്കെ ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ പ്രാർത്ഥിക്കുക ഓൽക്ക് വേണ്ടിയുള്ളത്. പിന്നെയാണ് ഈ പ്രാർത്ഥന എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ഒരു ഓക്കെ നമ്മൾ എന്താ പടച്ചവനോട് പറയാന്നുള്ളതാണ്. പക്ഷെ അതിൻ്റെ അപ്പുറം കായികമായിട്ട് നമുക്കെന്തോ ഒരു ഫീൽ ചെയ്യുന്നല്ലോ, നമുക്കെന്തോ ഒരു ചെയ്തു എന്നൊക്കെ. ഇപ്പോൾ പ്രൊട്ടസ്റ്റിന് പോയിട്ട് നമ്മളിങ്ങനെ മുദ്രാവാക്യം വിളിച്ച് കഴിയുമ്പോൾ ഭയങ്കര ഒരു സമാധാനം ഉണ്ട്, എന്തോ ചെയ്തല്ലോ. അല്ല, പ്രാർത്ഥന നമ്മളാ ഇതില് തള്ളിക്കളയുന്നല്ല, എന്നാലും നമ്മൾക്കൊരു സാറ്റിസ്ഫാക്ഷൻ്റെ ഒരു ലെവലാണ്. നമ്മള് ഭയങ്കര സിമ്പിളായിട്ട് ഇതാക്കിയൊന്നും വേണ്ട. അപ്പൊ നമ്മളൊരു ആത്മാർത്ഥ പ്രാർത്ഥനയും വലിയൊരു ഇത് തന്നെയാണ്, അവർക്കുള്ള സപ്പോർട്ട് തന്നെയാണ്. പിന്നെ എനിക്ക് തോന്നുന്നു നമ്മൾ കുറേ ഇഷ്ടങ്ങളൊക്കെ ഇങ്ങനെ മാറ്റി വെക്കലുണ്ടല്ലോ. ഇപ്പോൾ തീർത്തും പേഴ്സണലി ഞാൻ പറയുകയാണെങ്കിൽ, പണ്ടൊക്കെ എനിക്ക് മന്തി കഴിച്ചാൽ തരിപ്പിക്കൽ നിർബന്ധമാണ്. അപ്പോൾ മന്തി എന്നല്ല, മൊത്തത്തിൽ ഹെവി ഫുഡ് ഏതടിച്ചാലും തരിപ്പിക്കുക, അങ്ങനത്തെ ഒരു ഇതേനു. തരിപ്പിക്കാൻ എന്താ റൈറ്റ് ആണോ ചർച്ച അതാ ഉണ്ടാവുക. അപ്പോൾ അതൊക്കെ ഇങ്ങനെ മാറ്റി വെക്കുക തീർത്തും ഈ കോസ്റ്റിന് വേണ്ടിയിട്ട്. ശരിക്ക് റസൂൽ എന്തായിരിക്കും ഇപ്പോൾ ചെയ്തിട്ടുണ്ടാവുക? എന്നാൽ ഞാൻ അങ്ങനെ ഒരു സ്ഥലത്ത് വായിച്ചിരുന്നു, ഫലസ്തീനെക്കാട്ടിയും ക്ലാരിറ്റി ഉള്ള വേറൊരു വിഷയം നമുക്ക് റസൂൽ എന്താ ചെയ്തതെന്ന് കാണിക്കാൻ വേറൊരു വിഷയവും നമ്മുടെ ഒരു സർക്കിളിൽ ഇപ്പം ഇല്ല. ബാക്കിയുള്ള എന്തായാലും അതിൻ്റെ ഒരു പൊളിറ്റിക്കൽ കാഴ്ചപ്പാടോടുകൂടി കാണുമ്പോൾ ഭയങ്കര ആംബിഗ്വിറ്റി ഉണ്ടാവും. അതിലൊരു നിലപാടെടുക്കുമ്പോൾ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും. പല ആൾക്കും പല നിലപാടുകളായിരിക്കും അതിനെ സ്വീകരിക്കുന്നതിലുണ്ടാവുക. പക്ഷെ ഫലസ്തീനെ പോലെ ക്ലാരിറ്റി ഉള്ളൊരു വിഷയം ഇന്ന് നമുക്ക് റസൂലിൻ്റെ സുന്നത്ത് എങ്ങനെയാന്ന് അതിൽ കാണിക്കാൻ പറ്റുന്ന ഒരു വിഷയം ഫലസ്തീന് പോലെ ഒന്നും ഇല്ലയെന്ന് ഞാൻ അങ്ങനെ വായിച്ചിരുന്നു. അപ്പോൾ റസൂൽ എന്തായിരിക്കും ഇപ്പോൾ ചെയ്തിട്ടുണ്ടാവുക? നമ്മളെ കൂടെ ഉണ്ടെങ്കിൽ ഫലസ്തീൻ ഇങ്ങനെ നടക്കുന്നുണ്ടെങ്കിൽ റസൂൽ എന്താ കാട്ടിയിട്ടുണ്ടാവുക? റസൂൽ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. പിന്നെ റസൂലിൻ്റെ കാലത്തുള്ള കുറേ ഉദാഹരണങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. ഇപ്പം നമ്മളിപ്പം ചെയ്യുന്ന ബോയ്ക്കോട്ട് ഉണ്ടല്ലോ, അപ്പം അതേപോലെയുള്ള സാധനങ്ങൾ. ഇപ്പം പ്രവാചകൻ ഹിജ്റ ചെയ്തിട്ടുള്ള ആദ്യത്തെ വർഷങ്ങളിൽ പ്രവാചകനിങ്ങനെ കുറേ സാമ്പത്തികമായിട്ട് മുശ്രിക്കുകളെ പ്രഷർ ചെയ്യുന്ന കുറേ സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പം അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഈ ബദറിന് മുമ്പ് തന്നെ നബി അങ്ങനെ 4 ചെറിയ ബദറിന് മുമ്പ് ഏകദേശം 1.5 വർഷത്തെ ഗ്യാപ്പ് ഹിജ്റക്ക്. പക്ഷെ ആ സമയത്ത് തന്നെ റസൂല് മൈനർ എക്സ്പീഡിഷൻസ് ഒരു 4 ചെയ്തിട്ടുണ്ട്.
മേജറായിട്ട് റസൂല് പങ്കെടുത്ത കോലത്തിൽ 4 കച്ചവട സംഘങ്ങൾ തടയുന്നുണ്ട്. കാരണം അതായത് ഈ ആലോചിച്ച് നോക്കുക, അങ്ങനെ അതായത് മക്കയിൽ നിന്ന് കുറച്ച് ഒന്നുമില്ലാതെ ഒന്നും എടുക്കാതെ ആൾക്കാർ കുറച്ച് പേര് നാട് വിട്ടു പോവാണ്. ആ നാട് വിട്ടു പോകുന്ന ആളുകൾ എങ്ങനെയാണ് വിത്തിൻ 2 years അതായത് ഒരു വലിയ ഒരു കക്ഷിയായിട്ട് അല്ലെങ്കിൽ ഒരു ത്രെട്ടാണെന്ന് മക്കാർക്ക് തോന്നുന്ന കോലത്തിൽ മാറാൻ കാരണം എന്തായിരിക്കും? റസൂൽ ഉണ്ടാക്കിയൊരു പ്രഷറാണല്ലോ. അപ്പോൾ ആ നിലയ്ക്ക് നോക്കുമ്പോൾ നമ്മളിങ്ങനെ മാപ്പ് എടുത്ത് നോക്കുമ്പോൾ മദീന ഒരു ഭയങ്കര സ്ട്രാറ്റജിക് പോയിന്റിലാണ് ഉള്ളത്. ഷാമെന്ന് ഉള്ള കച്ചവട റൂട്ടാണത്. ട്രേഡ് റൂട്ടിൽ എന്തായാലും അതായത് മക്കാരെ സംബന്ധിച്ചിടത്തോളം രഹിലത്തെ ഷിത ഈ വസൈഫ് ആ 2 യാത്രകളാണ് ട്രേഡാണ് അവരുടെ മെയിൻ. കാരണം മക്ക എന്ന് പറയുന്നത് അഗ്രികൾച്ചറൽ ലെവലിലും എല്ലാത്തിനും ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു നാടാണ്. അവിടെ പിൽഗ്രിമേജ് മാത്രമാണ് അവരുടെ ഒരു മെയിൻ സോഴ്സ് ഓഫ് യാത്രയാണ് മക്കേൻ്റെ ഒരു മെയിൻ. അപ്പോൾ ഒരു ടൈമിലുള്ള യാത്ര മൊത്തം ഇവരെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ആ നിലക്ക് റസൂലിൻ്റെ ഓരോ നിലക്കുള്ള എക്കണോമിക് പ്രഷറുകൾ ഇങ്ങനെ ഇവരെ കച്ചവട സംഘത്തെ എടുക്കുക, അവർ ഉപരോധിക്കുക, ഇങ്ങനെ വെറുതെ പ്രഷർ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുക. റസൂല് പ്രഷർ ചെയ്തതിൻ്റെ കാരണങ്ങൾ പറയുന്നുണ്ട്. അതിൽ ഒന്ന് അതായത് പ്രിവെൻറ്റീവ് മെഷേഴ്സ് എന്ന് പറയും. അതായത് ഇസ്ലാമിൻ്റെ ഒരു വളർച്ചയ്ക്ക് തടസ്സാകുന്ന കാര്യങ്ങൾ, ഇസ്ലാമിൻ്റെ ഒരു ദൈവത്തിന് ഇപ്പം വന്നിട്ട് ഉപദ്രവിക്കുന്ന ആൾക്കാർ, പോലെയൊക്കെ തടയേണ്ടിയിട്ടുള്ള പ്രിവെൻഷൻ എടുക്കാമെന്ന് പറയും. അതായത് അള്ളാഹുവിൻ്റെ മതത്തിൽ തടയുന്ന സംഘങ്ങൾ, പള്ളിയിൽ കയറുന്നതിന് പ്രവേശിക്കാൻ സമ്മതിക്കാത്ത ആൾക്കാർ, നിങ്ങളുടെ വീട്ടിൽ നിന്ന് പുറത്താക്കിയ ആൾക്കാർ, അപ്പം ഇവർക്കെതിരെ പ്രഷർ ചെയ്യുക എന്നുള്ളത് അങ്ങനെയാണ് ശരിക്കും പ്രഷർ ചെയ്യുന്നത്. അപ്പം ഈ കാരണങ്ങൾ എടുത്തു വെക്കുകയാണെങ്കിൽ ഇത് മൊത്തം ഇപ്പോൾ എവിടെ സംഭവിക്കുന്നുണ്ട്? ഫലസ്തീനിൽ സംഭവിക്കുന്നുണ്ട്. സ്വന്തം വീടുകളിൽ നിന്ന് പുറത്താക്കപ്പെടുന്നുണ്ട്, പിന്നെ മസ്ജിദുകൾ നശിപ്പിക്കപ്പെടുന്നുണ്ട്, അള്ളാഹുവിൻ്റെ അനുസരിച്ചിട്ട് ജീവിക്കാൻ ചെയ്യുന്നില്ല, സമ്മതിക്കുന്നില്ല. അപ്പം അന്ന് മക്കാർ ചെയ്ത അതേ ഫിത്തനകൾ എന്ത് ചെയ്യുന്നുണ്ട് ഇന്ന് ഇസ്രായേലി ടീമും ചെയ്യുന്നുണ്ട്. അപ്പം എക്കണോമിക്കലി പ്രഷർ ചെയ്താരി ഉള്ളൊരു സൊല്യൂഷൻ ഉണ്ട്. പിന്നെ ബദറാണ് നമുക്ക് ബദറിനെയും കൂടിയും കാരണം അങ്ങനെ ഒരു പ്രഷറിന്റെ ഭാഗമായിട്ടാണ്. അന്ന് കുറേ സംഭവങ്ങളൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട്. ഇങ്ങനെ വായിച്ച അവിടെ ഓർമ്മ ഉണ്ട്, ഇങ്ങനെ ഇപ്പോൾ പല സ്വഹാബിമാരും റസൂല് പല നിലക്ക് വിട്ടിട്ട് അബ്ദുല്ലാഹിബ്നു ജഹ്ഷോ അതാണ് ഈ യാത്രാ സംഘത്തിനെ പ്രഷർ ചെയ്യിപ്പിക്കേണ്ടിയിട്ട്. അപ്പോൾ ആ സമയത്താണ് ഈ അബ്ദുല്ലാഹിബ്നു ജഹ്ഷിന്റെ സംഭവം. അത് വലിയൊരു പ്രശ്നമായിരുന്നു. അതായത് അബ്ദുല്ലാഹിബ്നു ജഹ്ഷ് ഇങ്ങനെ റസൂല് ഒരു പ്രഷർ കൊടുക്കേണ്ടി ഏൽപ്പിച്ചായിരുന്നു. പക്ഷെ അത് അക്രമമായിരുന്നോ അങ്ങനെ കൃത്യമായിട്ടുള്ള നരേഷങ്ങല്ല. അങ്ങനെ അതൊരു റജബ് മാസത്തിന്റെ അവസാനത്തിലായതുകൊണ്ട് തന്നെ മക്കാർക്ക് ആകെ പ്രശ്നമാക്കി. കാരണം മുഹറം ഇതാണല്ലോ പവിത്രമായിട്ടുള്ള മാസമാണല്ലോ, പവിത്രമായിട്ടുള്ള മാസമാണ്. അപ്പം അങ്ങനെ മുഷിക്കളൊക്കെ പ്രശ്നം ഉണ്ടാക്കി, ഇത് ഫിത്തനയാണെന്നൊക്കെ പറഞ്ഞു. അപ്പോഴാണ് അള്ളാഹ് ആയത്തിറക്കുന്നത്. ഇത് ഫിത്തനയാണെങ്കിൽ ശരിക്കുള്ള ഫിത്തന എന്ന് പറഞ്ഞാൽ അള്ളാഹിന്റെ മാർഗത്തിൽ നിന്ന് തടഞ്ഞു നിർത്തലും വീടുകളിൽ നിന്ന് പുറത്താക്കലുമാണ് ശരിക്കുള്ള ഫിത്തന എന്ന് പറഞ്ഞിട്ട് അള്ളാഹ് പറയുന്നുണ്ട്. അപ്പം പള്ളിയിൽ നിന്ന് പ്രവേശിപ്പിക്കാണ്ടിരിക്കലൊക്കെയാണ്. അപ്പം ഇതാണ് ഫിത്തന എന്നുള്ള പറയുന്നുണ്ട്. അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ ശരിക്കും ഈ ഫിത്തന ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഫലസ്തീൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു പ്രവാചകൻ എന്താ ചെയ്യാന്ന് ചോദിച്ചാൽ, പ്രവാചകൻ ചെയ്തൊരു മാതൃക ഉണ്ട് നിലവിൽ. ഇതിനെതിരെ പ്രവാചകൻ സ്വീകരിച്ചൊരു നിലപാട് എന്തായിരുന്നു? ഒരു എക്കണോമിക് പ്രഷറായിരുന്നു. അപ്പം അങ്ങനെ നമുക്ക് വേണമെങ്കിൽ ഇപ്പം അത്തരത്തിൽ ഇപ്പം BDS മൂവ്മെന്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, ബോയ്ക്കോട്ട് മൂവ്മെന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ മൂവ്മെന്റുകൾ നമുക്കിടയിൽ തന്നെ ഉണ്ട്. ഇത് ശരിക്കും പ്രവാചകൻ മാത്രമല്ല, യൂസുഫ് നബി അലൈഹി സ്വലാമും സമാനമായിട്ട് ഇങ്ങനെ ഒരു സാധനം പ്രഷർ സഹോദരന്മാർക്ക് കൊടുക്കുന്നുണ്ട്. അതായത് യൂസുഫ് നബി മിസ്റിൻ്റെ സംഭവം അറിയാലോ, മിസ്റിലെ ഒരു സാമ്പത്തിക വിതരണത്തിൻ്റെ ഒരു ഹെഡായി മാറി. ചില ആൾക്കാർ രാജാവായി എന്ന് പറയുന്നുണ്ട്, അങ്ങനെ അഭിപ്രായ വ്യത്യാസമുണ്ട്. അങ്ങനെ സഹോദരന്മാർ വരുന്നുണ്ടല്ലോ ധാന്യം സ്വീകരിക്കേണ്ടിയിട്ട്. അപ്പം യൂസുഫ് നബി അറിയുന്നുണ്ട്, നിങ്ങൾ അനിയനെയും കൂട്ടി വരി, ഫൈലൻ തൂനി ബിഹി ഫലാ കൈലക്കും ഇന്തി, നിങ്ങൾ അനിയനെ കൂട്ടി വന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് തരില്ല, ധാന്യം തരില്ല എന്നിട്ട് എന്തുണ്ട് വല്ല പ്രഷർ ചെയ്യുന്നത്. കാരണം യൂസുഫ് നബിക്ക് ആരാ വേണം? അനിയനെ വേണം. അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, അതാ കൃത്യമായിട്ട് അറിയില്ല. അങ്ങനെ എന്ത് ചെയ്ത് ഇവർ പ്രഷറായി. അങ്ങനെ ഇവർ അടുത്ത പ്രാവശ്യം എന്ത് ചെയ്യാണ്, അനിയനെയും കൂട്ടിയിട്ട് വരികയാണ്. അപ്പം ഇങ്ങനെ പ്രഷർ എന്ത് ഇങ്ങനെ ഇത്തരത്തിൽ കിട്ടൂല തരൂല അങ്ങനെ പിടിച്ചു വെക്കല്. അതേപോലെ തന്നെ ഹുദൈബിയ സന്ധിയിലും മുശ്രിക്കീങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു പ്രഷറും കൊടുക്കുന്നുണ്ട്. ഹുദൈബിയ സന്ധിയുടെ സമയത്ത് സുമാമത്ത് ബിൻ ഉസാൽ റളിയല്ലാഹു അൻഹു, അദ്ദേഹം ആദ്യം മുസ്ലിം ആയിരുന്നില്ല. അതുപോലെ പ്രവാചകനെതിരെ ശത്രുത വെച്ച് പുലർത്തിയ വലിയൊരു പ്രവാചകനൊരു ശത്രു എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. മൂപ്പര് റളിയല്ലാഹു അൻഹു അതായത് യമാമയിൽ രാജാവാണ്. യമാമ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം കാണുന്നില്ല, ഒരു വലിയൊരു പ്രവിശ്യയാണ്. അങ്ങനെ ബനി ഹനീഫ എന്നുള്ള വലിയൊരു ഗോത്രം, അതിൻ്റെ സയ്യിദായിരുന്നു.
തലവൻ. അപ്പം കുറച്ച് സഹാബികൾ, അതായത് ഒരു ചെറിയ തർക്കമുണ്ടായി, മദീനക്ക് പുറത്ത് വെച്ച് ഏതൊരു സംഘമായിട്ട്, യാത്രാ സംഘമായിട്ട് ചില സഹാബികൾ തർക്കമുണ്ടായിട്ട് ആ സംഘക്കാരൊക്കെ പിടിച്ചിട്ട് എന്ത് ചെയ്ത് മദീനെ കൊണ്ടുവന്നപ്പോൾ ഇവർക്കാർക്കും അറിയില്ല ഇതാണ് ആര്, സുമാമത്ത് ബിൻ ഉസാലാണെന്ന് ആർക്കും അറിയില്ല. സുമാമ അന്ന് വിശ്വാസികളുടെ ശത്രുവാണ് ആ സമയത്ത്. അങ്ങനെ മദീനെ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്തു, പള്ളീൻ്റെ അവിടെ കെട്ടിയിട്ടു. അങ്ങനെ പ്രവാചകൻ വന്നപ്പം പ്രവാചകൻ സാഹിബിനെ അടുത്ത് വെച്ച്, പ്രവാചകനും കണ്ടിട്ടില്ല. പ്രവാചകൻ പക്ഷേ ഫസ്റ്റ് ടൈം കണ്ടപ്പോൾ കഴിഞ്ഞു, ഞങ്ങൾക്ക് ഇതാരാന്ന് അറിയില്ലേ, ഇത് സുമാമത്തിൻ ഉസാൽ എന്നാണ് പ്രവാചകർക്ക് പറഞ്ഞു. അങ്ങനെ സുമാമത്തിൻ ഉസാൽ അവിടെ മദീനെ കഴിഞ്ഞു 2 ദിവസം അവിടെ നിന്നു. പിന്നെ മുസ്ലിങ്ങളുടെ ഇതൊക്കെ കണ്ടു. അത് പറയുന്നുണ്ട്. കാരണം സുമാമ വിചാരിക്കുന്നത് സുമാമനെ ഒരു ഭയങ്കര ക്രൂവലായിട്ട് ട്രീറ്റ് ചെയ്യുക. കാരണം ഒന്നൊരു നേതാവാണ്, പ്ലസ് ബന്ദിയാണ്, ശത്രുവാണ്. ആ നിലക്കൊക്കെ ഭയങ്കര ക്രൂവല. പക്ഷെ എന്താ, സുമാമനെ പള്ളിന്റെ തൂണിൽ കെട്ടിയിട്ടു. എന്നിട്ട് 2-3 ദിവസം അവര് നിസ്കരിക്കുന്നൊക്കെ ഇങ്ങനെ കാണാം. അങ്ങനെ അത് കണ്ടിട്ട് എന്തായി, മുസ്ലിമായി. അതിൽ വേറെ ചില ചരിത്രകാരന്മാർ പറയുന്നത് വെച്ചാൽ ഫസ്റ്റ് മുസ്ലിങ്ങളിൽ ഉംറ ചെയ്തിട്ടുള്ള ആള് സുമാമ എന്ന് പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ട്, കൃത്യമല്ല. അതിൽ എന്താ വെച്ചാൽ ഹുദൈബിയ സന്ധിയുടെ സമയത്ത് പ്രവാചകൻ എങ്ങനെ മുശ്രിക്കീങ്ങൾ തടഞ്ഞു എന്നുള്ള വാർത്ത സുമാമ റളിയല്ലാഹു അൻഹു പറഞ്ഞു. അപ്പം യമാമന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ മക്കയിലേക്കുള്ള ധാന്യങ്ങൾ, ഗോതമ്പ്, അത് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന സ്ഥലമാണ് എന്ത്, യമാമയിൽ നിന്നാണ് ഈ സാധനങ്ങൾ, അരിമണികൾ മൊത്തം ചെയ്യുന്നത് മക്കയിലേക്ക് എത്തുന്നത്. കൃഷിയില്ല മക്കയിൽ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞല്ലോ ഒരു സിറാവില്ലാത്ത സ്ഥലമാണല്ലേ. അതിൽ ഇത് അറിഞ്ഞപ്പോ സുമാമ പറഞ്ഞു, ഇതിങ്ങനെയാണെങ്കിൽ പ്രവാചകന് അനുമതി ഇല്ലാതെ ഇനി ഒരു ഗോതമ്പ് തരി പോലും മക്കയിലേക്ക് എത്തൂല എന്ന് പറഞ്ഞു പ്രഷർ എടുത്ത് മക്കയെന്ന് മുശ്രിക്കീങ്ങൾക്ക്. അപ്പൊ ഇത് ഹുദൈബിയ സന്ധിയിൽ ഒരു ക്ലോസ് ആയിട്ട് വന്നിട്ടില്ലെങ്കിൽ പോലും അങ്ങനത്തെ ഒരു പ്രഷർ മുശ്രിക്കീങ്ങളുടെ മേത്തുണ്ടായിരുന്നു. എന്നിട്ട് പ്രവാചകന് അനുമതിയോട് പ്രവാചകൻ എടുത്ത് പറഞ്ഞു. അങ്ങനെ പ്രവാചകനെ സമ്മതിച്ചിട്ടാണ് പിന്നെ പ്രവാചകൻ പറയുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഭക്ഷണമുള്ളൂ, അരിയുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനത്തെ ഒരു പ്രഷർ എന്ത് ചെയ്തിട്ടുണ്ട്, സുമാമ റളിയല്ലാഹു അൻഹു അവരെ മേൽ കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ കാണാൻ നമുക്ക് പറ്റും. ഒരു എക്കണോമിക് പ്രഷർ ഒരു ടൈമിൽ കൊടുത്തത് അതൊരു പോസിബിലിറ്റിയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇപ്രാവശ്യം ഈ ഒരു ടൈമിൽ ഫലസ്തീൻ്റെ വിഷയം നമ്മൾ സംസാരിക്കുമ്പോൾ പേഴ്സണലി നമുക്ക് ഏറ്റവും കൂടുതൽ ചെയ്യാൻ പറ്റുന്നതും ഇത്തരത്തിലുള്ള ഒരു മൂവ്മെൻറ്റിൻ്റെ കൂടെ, ഇപ്പം എനിക്ക് തോന്നുന്നു BDS മൂവ്മെൻറ്റ് എന്നിട്ടൊരു വലിയ നമുക്ക് ചർച്ച ചെയ്യാൻ തോന്നുന്നു. അതായത് BDS മൂവ്മെൻറ്റ് എന്നിട്ടൊരു വലിയൊരു കൺസെപ്റ്റ്. നമ്മൾ വിചാരിക്കുന്ന ചെറിയൊരു ബോയ്ക്കോട്ട് മാത്രമുള്ള പരിപാടിയല്ല. ബോയ്ക്കോട്ടിന്റെ ഒരു ഭാഗം മാത്രം. BDS 3 ഇതാണ്: ബി ബോയ്ക്കോട്ട്, ഡി ഡൈവെസ്റ്റ്മെന്റ്, സി സാങ്ഷൻസ്. ഇത് 3 ചേർന്ന സാധനം. അതിന്റെ ഒരു ചരിത്രം ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ BDS തുടങ്ങുന്നത് 2005-ലാണ്. അതിന്റെ മുമ്പും കുറച്ച് സംഭവങ്ങളൊക്കെ നടന്നിട്ടാണ്. സൗത്ത് ആഫ്രിക്കയിൽ ഇന്റർനാഷണൽ കോൺഫറൻസ് ഓൺ എഗെയിൻസ്റ്റ് റേസിസം നടക്കുകയാണ്. അപ്പോൾ അവിടെ ഫലസ്തീനിലൊക്കെ ആളുകൾ പോയിട്ടുണ്ട്. അപ്പം അങ്ങനെ അവിടെ വെച്ചിട്ട് ആൻറ്റി അപ്പാർത്തൈഡ് മൂവ്മെൻറ്റ് സൗത്ത് ആഫ്രിക്കയിൽ നടന്ന പ്രസ്ഥാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അവിടുത്തെ സ്വാതന്ത്ര്യമായിട്ട് ബന്ധപ്പെട്ടുള്ള ആളുകളായിട്ട് സംസാരിക്കുകയും, അങ്ങനെ ഫലസ്തീനി യുവാവായ ഉമർ ബർഗൂത്തി ഉണ്ട്. മൂപ്പര് 2005-ലാണ് ഈ BDS മൂവ്മെൻറ്റ് തുടങ്ങുന്നത്. ഇതിൽ നിന്ന് ആശ ഉൾക്കൊണ്ടുകൊണ്ടാണ് എല്ലാ ബോയ്ക്കോട്ട്, ഡൈവേഴ്സ്മെന്റ്, സാങ്ഷൻ എന്ന് പറഞ്ഞിട്ട് ഇത് BDS മൂവ്മെന്റ് തുടങ്ങുന്നത്. ഏകദേശം 170ഓളം സംഘടനകൾ ചേർന്നിട്ടാണ് അത് തുടങ്ങുന്നത്. ഭയങ്കര ആ ഒരു ആശയം ഭയങ്കര ഐഡിയ ആണ്. കാരണം അത് BDS ഇപ്പോൾ ബോയ്ക്കോട്ടാണ് നമ്മൾ സാധാരണ നമുക്ക് കേൾക്കാനും അറിയലൊക്കെ ഉള്ളത്. കാരണം എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ 5ാം ക്ലാസ്സിലേറ്റായ സന്ദർഭത്തിലേറ്റ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ സാർമാരിങ്ങനെ പറയും ഇങ്ങനെ സംഭവം ഉണ്ട് കേട്ടാ. ബാർകോഡിന്റെ ലാസ്റ്റ് 270 നോട്ടീസ് അല്ലാണ്ട് കളിച്ചിരുന്നു. നമ്മള് ഫേസ്ബുക്ക് ഒക്കെ തുടങ്ങണ കാലം ആദ്യം വരുന്ന പോസ്റ്ററിലൊക്കെ ബാർകോഡിന്റെ ലാസ്റ്റ് 272 എന്നിട്ട് നമ്മള് ഓരോ ഇംലി മുട്ടായി എടുത്തിട്ട് അതിന്റെ ലാസ്റ്റിൽ ഇങ്ങനെ നോക്കും, ഡയറി മിൽക്ക് ഒക്കെ എടുത്തിട്ട് നോക്കും ഇസ്രായേൽ അത്ര കാഴ്ച ശക്തിയില്ല ഇംലി മുട്ടായിലേക്ക് നോക്കിയത്. അല്ല എനിക്ക് ഓർമ്മയുണ്ട്, നമ്മൾ എന്നിട്ട് ഫുള്ള് നോക്കും. എന്നിട്ട് ഇങ്ങനെയൊക്കെ സംസാരം ഉണ്ടായിരുന്നു. ഇപ്പൊ 272 3 ആക്കിക്കണ്, നമ്മളെല്ലാരും നോക്കണിട്ട്. അല്ല അങ്ങനെ കുറെ ഉണ്ട്. അന്നെ എനിക്കൊന്ന് ഇപ്പൊ സെലിബ്രിറ്റി ബ്ലോക്ക് ഔട്ട് ഒക്കെ ഉണ്ടല്ലോ, അത് അന്നെ എനിക്ക് ഓർമ്മയുണ്ട്. ഇപ്പം പണ്ട് ചെറുപ്പത്തിൽ മെസ്സി റൊണാൾഡോ തർക്കമുണ്ടല്ലോ, അതിൽ എനിക്ക് ഓർമ്മയുണ്ട്. എന്റെ ചങ്ങയുണ്ട്, നമുക്ക് ജാന്ന് പറയാൻ പറ്റില്ല, ദാന്ന് പറയാൻ പറ്റുക. ഏതൊരു ചൂടായിട്ട് മെസ്സി ദൂതനാണെന്ന് പറഞ്ഞു. അപ്പൊ മെസ്സി ദൂതൻ, ആരെ ദൂതൻ? പിന്നെയാണ് എനിക്ക് മനസ്സിലായത്, അല്ല ഇത് ആ ടൈം മുതൽ ഉണ്ട് അറിയിട്ടാണ്. അത് എനിക്ക് ഓർമ്മ അന്ന് മുതലേ നമ്മളൊക്കെ ബോയ്ക്കോട്ട് ഇസ്രായേൽ എന്നൊക്കെ ഇങ്ങനെ കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ നമ്മളത്ര സീരിയസ് ആയിട്ട് അതിനെ അറിയില്ല.
അന്ന് മുതലേ ഇത് സാധനം നിലവിലുണ്ട്. അന്ന് ബാർകോഡൊക്കെ ചെക്ക് ചെയ്തിട്ട് ഇതാണോ. ഇന്ന് അതിന്റെ പുതിയ വേർഷൻസ് നോ താങ്ക്സ് ആപ്പുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ബോയ്ക്കോട്ട് എന്ന് പറയുന്ന അങ്ങനെ ഒരു ഐഡിയ ആണ്. അതായത് എന്താ ഇസ്രായേലുമായിട്ട് എല്ലാ ഡയറക്റ്റോ ഇൻഡയറക്റ്റോ ആയിട്ട് അവിടെ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്ന, അവരോട് കച്ചവടം നടത്തുന്ന എന്ത് ഇൻസ്റ്റിറ്റ്യൂഷൻ ആവട്ടെ, കമ്പനി ആവട്ടെ, അവരോട് അവരെ BDS അൾട്ടിമേറ്റ്ലി ഇസ്രായേൽ മാത്രമാണ് അവരുടെ ടാർഗറ്റ്. ഇസ്രായേലാണ്. അതിൽ എന്താ അത് പല നിലക്കും വരും. ഇപ്പൊ നമ്മൾ എക്കണോമിക് വശം മാത്രമേ പറയുള്ളൂ. കൾച്ചറൽ ബോയ്ക്കോട്ടിങ് ഉണ്ട്, അക്കാഡമിക് ബോയ്ക്കോട്ടിങ് ഉണ്ട്. ഇതൊക്കെ അതിന്റെ വേറെ തന്നെ തലങ്ങളാണ്. പിന്നെ ഇതെന്താ വെച്ചാല് നമ്മളിപ്പം ലിബറേഷൻ മൂവ്മെന്റിൽ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പം ഒരു 1990 നമ്മൾ ഹിസ്റ്ററി അടിക്കുമ്പോൾ സ്കൂളിൽ നിന്ന് കുറേ ഇൻഡിപെൻഡൻസ് മൂവ്മെന്റുകൾ ഉണ്ടാവും. ഓരോ രാജ്യം ഇങ്ങനെ ഈ ലിബറേഷൻ മൂവ്മെന്റിന്റെ അല്ലെങ്കിൽ ഇൻഡിപെൻഡൻസ് മൂവ്മെന്റിലൊക്കെ ഭാഗമായിട്ട് നമുക്ക് ഇങ്ങനത്തെ ഒരു ബോയ്ക്കോട്ടിങ് കാണാൻ പറ്റും. അപ്പോൾ ഈ BDS മൂവ്മെന്റിന് മുമ്പ് തന്നെ ഫലസ്തീനിൽ ഇങ്ങനത്തെ കുറേ നിസ്സഹകരണം ഉണ്ടായിരുന്നു. ഇപ്പം ഇതിന്റെ ഭാഗമായിട്ടാണ് ഈ പാലിൻ്റെ ഒരു പ്രശ്നം. പശു ഒരു ചിഹ്നമാണല്ലോ ഫലസ്തീൻ്റെ. അപ്പം അതായത് പാൽ ഇസ്രായേൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഫലസ്തീന്റെ ചിഹ്നമായിട്ട് അല്ല, റെസിസ്റ്റൻസിന്റെ ചിഹ്നമായിട്ട് പശു അങ്ങനെയാണോ പശു. അപ്പം അങ്ങനെയാണ് വരുന്നത്. അതായത് പാല് ഇസ്രായേലാണ് പ്രൊഡ്യൂസ് ചെയ്യാന്ന് പറഞ്ഞു. അപ്പോൾ കുറേ ഫലസ്തീനുകൾ ഇല്ല, പ്രശ്നമായി. അങ്ങനെ കുറച്ച് ഫലസ്തീനുകൾ എന്ത് ചെയ്തു, ഇസ്രായേലിൽ പോയിട്ട് പശുവിനെ കടത്തിക്കൊണ്ടെന്ന് ഭയങ്കര രസകരമായിട്ടുള്ള വാൻഡഡ് 18 എന്ന് പറഞ്ഞിട്ട് ഡോക്യുമെൻ്ററി സ്വഭാവത്തിലുള്ള വാൻഡഡ് 18 എന്ന് പറഞ്ഞിട്ട് ഡോക്യുമെൻ്ററി സ്വഭാവത്തിലുള്ളൊരു സിനിമ ഉണ്ട്. ഭയങ്കര രസമാണ് കണ്ടിരിക്കാൻ. അപ്പം അതിൻ്റെ ഒരു പ്രമേയം തന്നെ എന്താണ്, ഇതാണ് ഈ പശുവിനെ കടത്തി കൊണ്ടുവന്നിട്ടുള്ള ഭയങ്കര രസമായിട്ടുള്ള സാധനമാണ്. അപ്പം ഇത് മാത്രമല്ല, മൊത്തത്തിൽ ഏത് ഇൻഡിപെൻഡൻസ് മൂവ്മെന്റ് നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലുണ്ടല്ലോ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് എന്നിട്ട് നമ്മളെ ഗാന്ധിജി കറക്കുന്നത്, മഹാത്മാഗാന്ധിജി കറക്കുന്നത്, അതിന്റെ പേരെന്തായാലും ചർക്ക. അപ്പം ഞാൻ ഇതിന്റെ BDSന്റെ സൈറ്റ് ഉണ്ട്. അവരുടെ സൈറ്റിൽ ഇതിന് ഓരോത്തിനെ കുറിച്ചും ഭയങ്കര വിശദമായിട്ട് അവർ പറയുന്നുണ്ട്. എന്താണ് ബോയ്ക്കോട്ട് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്, ഡൈവേഴ്സ്മെന്റ് എന്താ ഉദ്ദേശിക്കുന്നത്, സാങ്ഷൻ കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്ന സാധനം പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ അവർ പറയുന്നതാണ്, ഞങ്ങളുടെ ഈ ഐഡിയ ഇതിൻ്റെ ഉരുവം കൊള്ളുന്നത് എന്താ സൗത്ത് ആഫ്രിക്കൻ അപ്പാർത്തൈഡ് മൂവ്മെന്റ് എന്നാണ് ഒരു ഐഡിയ വരുന്നത്. കാരണം അവിടുന്നാണ് ഈ കുറച്ചും കൂടി ഒരു മാസ് മൂവ്മെന്റ് എന്നുള്ള നിലക്ക് BDS മൂവ്മെന്റ് വർക്ക് ചെയ്യുന്നു, ഇങ്ങനെ ബോയ്ക്കോട്ടിങ് വർക്ക് ചെയ്യുന്നു. അപ്പോൾ സൗത്ത് ആഫ്രിക്കൻ്റെ ചരിത്രം എന്ന് പറയുമ്പോൾ ഭയങ്കര രസമാണ്. അതിൻ്റെ ആ ചരിത്രത്തിൽ 1959 ഇത് സാധനം സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ അന്ന് മുതൽ 61 ആയപ്പോഴേക്കും പെട്ടെന്ന് ഇപ്പോൾ ഇത് 2005 തുടങ്ങി BDS മൂവ്മെൻറ്റ്. ഇപ്പോഴും അതിങ്ങനെ വല്ല ഡൈവെസ്റ്റ്മെൻറ്റ് സാങ്ഷൻ പ്രൊജക്റ്റുകളൊക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നുള്ളൂ. പക്ഷേ എന്താ സൗത്ത് ആഫ്രിക്കയിൽ നടന്ന BDS മൂവ്മെൻറ്റ് പറഞ്ഞാൽ ഭയങ്കര പവർഫുൾ ആയിരുന്നു. കാരണം എന്താ ബ്രിട്ടൻ്റെ കോളനി ആയിരുന്നല്ലോ. അപ്പോൾ ബ്രിട്ടനിലാണ് കുറച്ചും കൂടി ഇത് ഭയങ്കര പവർഫുള്ളായിട്ട് നടക്കുന്നത്. അതായത് സൗത്ത് ആഫ്രിക്കയിൽ നിന്നുള്ള സിഗരറ്റുകൾ വാങ്ങാൻ പാടില്ല, അവിടെ നിന്നുള്ള ഫ്രൂട്ട്സ് വാങ്ങാൻ പാടില്ല. കാരണം ഫ്രൂട്ട്സ് ഉണ്ടാക്കുന്നത് അവിടെയുള്ള ആളുകളെ സ്ലേവ് ആക്കിക്കൊണ്ട് ഇവിടെ അതായത് സ്ലേവ് ആക്കിയിട്ട് അവിടെ കൃഷി ചെയ്ത് ഉണ്ടാക്കുന്ന ഫ്രൂട്ട്സാണ്, അത് നമ്മൾ തിന്നാൻ പാടില്ല. ബോയ്ക്കോട്ട് സ്ലേവറി, ബോയ്ക്കോട്ട് സൗത്ത് ആഫ്രിക്ക എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് പ്രക്ഷോഭങ്ങൾ നടന്നിരുന്നു. 1960 തോന്നുന്നു ഭയങ്കര പ്രക്ഷോഭങ്ങൾ നടന്നു. 10,000 ആളുകൾ ട്രിഫാൽ സ്ക്വയർ എന്ന് പറഞ്ഞ ഒരു സ്ക്വയറിൽ ഈ യൂറോപ്പിൽ തന്നെ ഭയങ്കരമായിട്ട് ഇവിടുത്തെ സാധനങ്ങൾ ബോയ്ക്കോട്ട് ചെയ്തിട്ട് എല്ലാ നിലക്കുള്ള സൗത്ത് ആഫ്രിക്കനെ വേറെ തന്നെ ആക്കിയിട്ട് അവിടെ എക്കണോമിക്കലി അവരെ ഭയങ്കരമായിട്ട് ഇടങ്ങാറാക്കുക, ബുദ്ധിമുട്ടിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇവരതിൽ നിന്ന് പുറത്ത് ഇവിടുത്തെ ഒരു ആൻറ്റി സെഗ്രിഗേഷൻ ലോസ് ഇങ്ങനത്തെ ഓരോ പ്രശ്നങ്ങളൊക്കെ ആ നിലക്ക് ഇതാക്കുക എന്നുള്ള കോലത്തിൽ ഈ മാർച്ച് പ്രൊട്ടസ്റ്റ് 1960 നടക്കുന്നുണ്ട്. ആ പ്രൊട്ടസ്റ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് ആ പ്രൊട്ടസ്റ്റിന് ശേഷം മാസമായിട്ട് ആളുകൾ എന്ത് ചെയ്തു, ഓരോ കടയിലും കയറിയിട്ട് ഇവിടെ അത് പാടില്ല കേട്ടോ, ഇവിടെ അത് പാടില്ല കേട്ടോ എന്ന് പറഞ്ഞിട്ട് ആളുകൾ ഭയങ്കരമായിട്ട് 2.5 ലക്ഷം ലീഫ്ലെറ്റ്സുകൾ മാത്രം ആ പ്രൊട്ടസ്റ്റിന് ശേഷം അവർ പലയിടത്തും വിതരണം ചെയ്തു. അതായത് 2.5 ലക്ഷം ആൾക്കാർ അങ്ങനെ മാറി കൊടുക്കുക എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ ഒരു എത്രത്തോളം ഒരു എന്തായാലും ബഹുജന പ്രക്ഷോഭമാണ് അതെന്ന് മനസ്സിലാവുമല്ലോ. അങ്ങനെ ആണ് അവിടെ ഒരു പ്രശ്നം നടക്കുന്നത്. ഈ 1960 മാർച്ചിലാണ് ഒരു വെടിവെപ്പ് നടക്കുന്നത്. ഷെർക്കുവില്ലേ അങ്ങനെ എന്തോന്ന് എൻ്റെ പേര് തോന്നുന്നു, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. ആ പ്രശ്നത്തിന് ശേഷം അതായത് 69 ആളുകളെ, അതായത് നോൺ വയലൻ്റ് ആയിട്ട് പ്രൊട്ടസ്റ്റ് ചെയ്തിരുന്ന ആളുകൾക്ക് നേരെ സൗത്ത് ആഫ്രിക്കയിൽ അവിടുത്തെ പട്ടാളം വെടിവെച്ച് കൊന്നു. 69 ആൾ മരണപ്പെട്ടു അതിൽ. അതോടുകൂടിയിട്ട് ഇതാകെ കത്തിയാളുകയും അതിൻ്റെ BDS മൂവ്മെൻറ്റിൻ്റെ ഭയങ്കരമായിട്ട് അത് വളരുകയും അത് അവരുടെ സ്വാതന്ത്ര്യത്തിന് കാരണമായി എന്നുള്ള
സാധനമൊക്കെ അങ്ങനെ കാണാം. സൗത്ത് ആഫ്രിക്ക എന്ന് പറയുന്നതാണ് ഈ ഒരു ഇൻസ്പിറേഷൻ. ആ ഒരു സൈറ്റ് പറയുന്നുണ്ടെന്നല്ലോ. ആന്റി അപ്പാർത്തൈഡ് മൂവ്മെന്റ് AM എന്നാണ് ഇത്. ഈ ബോയ്ക്കോട്ട് എന്ന് പറയുന്ന ടെർമിനോളജി അധിക കാലം മുമ്പ് ഇല്ലാത്തൊരു സാധനമായിട്ട് ഡിക്ഷണറി പരിശോധിച്ചാൽ ആ വാക്ക് എവിടുന്ന വന്നതെന്ന് നമ്മൾ രസകരമായിട്ടുള്ള ഒരു ചെറിയ കഥ ഉണ്ട്. അതിൽ ഒരു ഇംഗ്ലീഷുകാരനായിട്ടുള്ളൊരു ഒരു ലാൻഡ് ലോഡാ, ചാൾസ് ബോയ്ക്കോട്ട് എന്ന് അദ്ദേഹത്തിന്റെ പേര്. അപ്പോൾ അദ്ദേഹത്തിന്റെ കീഴിൽ ഫാമിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ ഫാമിലുള്ള ആളുകൾക്ക് ഒരു ചെറിയൊരു റൈസ് കൊടുക്കാൻ അദ്ദേഹം ആഗ്രഹിക്കുകയാണ് ഈ ഒരു ഫ്ലൈറ്റ് ശ്രദ്ധയിൽപ്പെട്ടതിന് ശേഷം. അപ്പോൾ അദ്ദേഹം ഒരു 10% ആണ് കൂട്ടാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന ആളുകളോട് ഇങ്ങനൊരു സാധനം മുന്നോട്ട് വെക്കുകയാണ്. അപ്പോൾ ഈ വർക്ക് ചെയ്യുന്ന ഫാമേഴ്സ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഓരോ ഗ്രീഡ് ഇങ്ങനെ മുമ്പോട്ട് വന്നിട്ട് അവർ 25% വേണമെന്ന് ആഗ്രഹിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ചാൾസ് ബോയ്ക്കോട്ട് തീരുമാനിക്കുകയാണ് ഇവരൊക്കെ എവിക്റ്റ് ചെയ്യാം, ഇവിടുന്ന് പുറത്താക്കാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ ഈ പുറത്താക്കുന്നത് തുടരുമ്പോഴാണ് ഈ ഫാമേഴ്സ് പ്രൊട്ടസ്റ്റ് ചെയ്യാൻ തുടങ്ങുകയാണ്. എന്ത് ചെയ്യാണ്, ബോയ്ക്കോട്ട് ചെയ്യാണ്. അതേപോലെ തന്നെ ഈ അന്ന് ടെർമിനോളജി ഇല്ല, അവർ ഈ ഒരു പ്രത്യക്ഷത്തിൽ ഈ സംഭവം ചെയ്യാണ്. പ്രൊട്ടസ്റ്റ് എന്നുള്ള അർത്ഥത്തിൽ പ്രൊഡ്യൂസ് ചെയ്യൽ നിർത്തുകയാണ്, ഗുഡ്സ് താമസം സൗകര്യങ്ങളൊക്കെ ഒഴിവാക്കുകയാണ്. അങ്ങനെ ചെയ്യുന്നതോടുകൂടിയിട്ട് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇംഗ്ലീഷിൽ വലിയൊരു വിഭാഗം, ഇംഗ്ലണ്ട് രാജ്യത്ത് ഒരുപാട് ആളുകൾക്ക് ഡയറി പ്രൊഡക്ട്സ് കിട്ടുന്നില്ല, നെസസറി ഐറ്റംസ് ഒന്നും കിട്ടുന്നില്ല. അങ്ങനെ വലിയൊരു പ്രശ്നം വരുമ്പോഴാണ് ഈ ചാൾസ് ബോയ്ക്കോട്ട് എന്ത് ചെയ്യുന്നത്, ഈ സംഭവം തോറ്റ് അവരുടെ മുമ്പിൽ പരാജയപ്പെട്ടതിന് ശേഷം അവർക്ക് എന്ത് ചെയ്യുന്നു, അവർ പറയുന്നത് പോലെ കേട്ടുകൊടുക്കുകയാണ്. അവിടെ നിന്നാണ് ഈ ബോയ്ക്കോട്ട് എന്നുള്ള ടേം അയാൾ മുട്ടുമടക്കി. അപ്പൊ ആ ബോയ്ക്കോട്ട് വിജയിച്ചു, അന്നത്തെ ആ ഒരു പ്രക്ഷോഭം വിജയിച്ചു, പ്രൊട്ടസ്റ്റ്. അതോടുകൂടി ഇദ്ദേഹത്തിന്റെ പേര് എന്ത് ചെയ്യാണ്, ബോയ്ക്കോട്ട് എന്നുള്ള ഒരു സംഭവത്തിലേക്ക് എടുക്കുകയാണ്. ആ ടേം അങ്ങനെയാണ് വരുന്നതെന്നാണ് നമ്മൾ ചരിത്രത്തിൽ കാണാൻ കഴിയും. ഇത് ഇപ്പൊ നടക്കുന്ന സാധനം ഭയങ്കര എന്തോ ഒരു ഫ്രഷ് ഐഡിയ ഒന്നല്ല, പണ്ട് മുതൽക്ക് ഈ സാധനം വർക്കൗട്ട് ആയിട്ടുണ്ട്. ഏകദേശം ഈ ഒരു 900 അതിന് 2000 വരെയുള്ള കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡൻസുകളുടെ ഒരു കാലത്താണ്. ഈ കൊളോണിയലിസത്തിൽ നിന്ന് മാറിയിട്ട് ആളുകൾ നാഷണൽ സ്റ്റേറ്റ് ആയി മാറുന്ന ഒരു ടൈമാണല്ലോ. അപ്പം അതിൽ ഓരോ രാജ്യങ്ങളിൽ എടുത്തു നോക്കിയാലും അവരുടെ നോൺ വയലന്റ് പ്രൊട്ടസ്റ്റിന്റെ ഭാഗമായിട്ട് വരുന്ന സാധനമാണ്. ഇപ്പോൾ കേരളത്തിൽ ഇന്ത്യയിലാണെങ്കിൽ നോൺ കോപ്പറേഷൻ മൂവ്മെന്റിന്റെ ഭാഗമായിട്ടാണ്. അമേരിക്കയിൽ പോലും ഈ സാധനം കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. അമേരിക്കയിൽ അവിടുത്തെ പ്രൊട്ടസ്റ്റിൽ ഭയങ്കര രസമായിട്ടുള്ളൊരു കഥ ഉണ്ട്. 1955 ഈ പ്രശ്നം നടക്കുന്നത്. അവിടുത്തെ വൈറ്റ് ബ്ലാക്ക് പ്രശ്നങ്ങൾ ഏകദേശം ആ സമയത്തൊക്കെ ഈ റേസിസ് ആണല്ലോ മെയിൻ പ്രശ്നമായിട്ട് വരുന്നത്. അപ്പോൾ മോൺഗോമറി ബസ് ബൈക്കോട്ട് പറഞ്ഞാണ്ട് ഒരു സംഭവം നടക്കുന്നുണ്ട്. അതായത് നമ്മളൊക്കെ റോസാ പാർക്കിന്റെ ബുക്കിൽ പഠിച്ചിട്ടുണ്ട്. റോസാ പാർക്ക് പറഞ്ഞൊരു പെണ്ണ് എന്ത് ചെയ്തു, ബസ്സിൽ യാത്ര ചെയ്യണം. അപ്പോൾ യാത്ര ചെയ്യുന്ന വേളയിൽ ബസ്സിൽ സീറ്റില്ല. അപ്പോൾ ഓളോട് എഴുന്നേൽക്കാൻ പറഞ്ഞു. അതായത് ബ്ലാക്സിന് ബാക്കിൽ കുറച്ച് സെപ്പറേറ്റ് ഏരിയയാണ്. പക്ഷെ അവിടെ ഏതെങ്കിലും വൈറ്റ്സിനുള്ള ഏരിയ ഫുള്ളായിട്ട് ആ ഏരിയ ബാക്കി ഇനി വൈറ്റ്സ് നീച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ആരെ എഴുന്നേറ്റ് നിന്ന് കൊടുക്കണം, ബ്ലാക്സ് എഴുന്നേറ്റ് നിന്ന് കൊടുക്കണം. പക്ഷെ ഇവർ സമ്മതിച്ചില്ല, റോസാ പാർക്ക്. അങ്ങനെ സമ്മതിക്കാത്തതിൻ്റെ പേരിൽ എന്ത് ചെയ്തു, ഇവളെ എവിക്റ്റ് ചെയ്തിട്ട് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവാണ്. അത് ഭയങ്കര പ്രശ്നമായി. ആ പ്രശ്നമായതോട് കൂടിയിട്ടാണ് ഇവർ സെൻറ്റ് ഹോളി ബാപ്റ്റിസ്റ്റ് ചർച്ച് പറഞ്ഞ ചർച്ചിൽ ഇവരെല്ലാവരും കൂടി, അവിടുത്തെ എല്ലാ വർക്കേഴ്സും കൂടി, എന്നിട്ട് നമുക്ക് ഇനി എന്താ ചെയ്യാൻ കഴിയുക, എന്ത് മാറ്റാണ് നമുക്ക് കൊണ്ടുവരാൻ കഴിയുക. അപ്പോൾ അവരെല്ലാവരും തീരുമാനിച്ചു നമ്മളെന്ത് ചെയ്യുക, ഒരു ദിവസത്തെ ബോയ്ക്കോട്ട് പ്രൊട്ടസ്റ്റ്. എല്ലാവരും എന്ത് ചെയ്യും, ആ ദിവസം ഇനി ബസ്സിൽ കയറൂലാൻ തീരുമാനിച്ചു. അതായത് അവിടുത്തെ വർക്കേഴ്സായിട്ടുള്ള ബ്ലാക്സും വൈറ്റ്സും എല്ലാവരും ബസ്സിലാണ് കയറുക. അപ്പോൾ ബസ് ഉപരോധിച്ചു. ബസ് ഉപരോധിക്കുമ്പോൾ രസമുണ്ട്, എല്ലാ ബസ്സും ഉപരോധിച്ചു. ടാക്സി തുടങ്ങുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് എല്ലാ ബസ്സും ഉപരോധിക്കല്ല, സോറി, ബോയ്ക്കോട്ട്. ബസ്സിൽ ഡ്രൈവേഴ്സ് ആയിട്ടുള്ള ആളുകളിൽ 75% ബ്ലാക്സ്. അപ്പോൾ മൊത്തത്തിൽ ആ സിസ്റ്റം സ്തംഭിപ്പിക്കുക മാത്രമല്ല, ഇവരുടെ കയ്യിലുള്ള ഇവർ ആദ്യം പരിശോധിച്ചു നമ്മുടെ ക്യാപ്പബിലിറ്റീസ് എന്തൊക്കെയാണ്. അപ്പോൾ ഇവരെന്ത് ചെയ്തു, ഇവരുടെ കയ്യിലുള്ള വണ്ടികളൊക്കെ ടാക്സികളാക്കി. എന്നിട്ട് 40 ബസ് സ്റ്റോപ്പുകൾ ഉണ്ടാക്കി. അതിലൊരു ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിരക്കണക്കിന് ഒരു സിസ്റ്റം. ഇവിടെ ബസ് സിസ്റ്റം ഭയങ്കര റേസിസ്റ്റ് ആയിട്ട് നിൽക്കുക. അപ്പോൾ അതല്ലാത്ത ബ്ലാക്സിനായിട്ട് ഇവരെന്ത് ചെയ്തു, ഇങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടാക്കി. അവിടുത്തെ ബസ് ഇവർ യൂസ് ചെയ്യില്ല, ബ്ലാക്സ് എന്ത് ചെയ്തു, ഇത് യൂസ് ചെയ്തിട്ട് യാത്ര ചെയ്യാൻ തുടങ്ങി. ആദ്യം ഇവർ ഒരു ദിവസത്തിനെ വിചാരിച്ച്. അങ്ങനെ ആ ചർച്ചിൽ കൂടിയിട്ട് ഇവർ തീരുമാനിച്ചു നമ്മളിത് മുന്നോട്ട് കൊണ്ടുപോകാം, കാരണം അത് ഭയങ്കര വിജയമാണ്, വർക്കാണ്. ഒരു ദിവസം $3000 നഷ്ടമാണ് അവിടുത്തെ ബസ് സിസ്റ്റത്തിന് വന്നത്. അങ്ങനെ അത് മുന്നോട്ട് കൊണ്ടുപോയി. റോസാ പാർക്ക് എപ്പോഴും ജയിലിലാണ്. അപ്പോൾ അയാളുടെ പേര് ഫ്രെഡ് ഗ്രേ പറഞ്ഞ ഒരാളുണ്ട്. ഫ്രെഡ് ഗ്രേ ലോയറായിട്ട് സുപ്രീം കോർട്ട് വരെ, അവിടുത്തെ മെയിൻ കോർട്ട് വരെ പോയിട്ട് അങ്ങനെ 361 ദിവസങ്ങൾക്ക് ശേഷം റോസാ പാർക്ക് ജയിൽ വിമോചിതയാണ്.
അതോടുകൂടിയിട്ട് അതായത് ജയിൽ വിമോചിതയാണ് എങ്ങനെ അവിടുത്തെ സുപ്രീം കോടതി തീരുമാനിച്ചു. അതായത് ഇങ്ങനെ സെഗ്രിഗേഷൻ എന്ന് പറയുന്നത് അൺകോൺസ്റ്റിറ്റ്യൂഷണലാണ്. അതുകൊണ്ട് അത് ഇനി മുതൽ ഒഴിവാക്കണം എന്ന് അവർ ആ ബോയ്ക്കോട്ടിലൂടെ അവർ 361 ദിവസത്തെ സമരം അതോടുകൂടി വിജയിക്കണം. അപ്പോൾ അവിടുത്തെ ഒരു ആൻറ്റി സെഗ്രിഗേഷൻ ലോൻ്റെ ഏറ്റവും വലിയ വിജയം ഇങ്ങനെ ഒരു ബോയ്ക്കോട്ടിലൂടെയാണ് തുടങ്ങുന്നത്. ഭയങ്കര രസമുള്ള കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ ചരിത്രത്തിൽ മൊത്തം ഇങ്ങനെ ഒരു സാധനങ്ങൾ മൊത്തം നമുക്ക് ഇങ്ങനെ കാണാൻ കഴിയും. അപ്പോൾ ഇത് ഞാൻ അങ്ങനെ അതിങ്ങനെ നോക്കുമ്പോൾ ഓക്കെ ഇങ്ങനെയൊക്കെയാണ് ചരിത്രത്തിൽ. പക്ഷേ ഇപ്പം എന്തൊക്കെയാണ് നടക്കുന്നത്? നമ്മളെ ആരെയാണ് ബോയ്ക്കോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്? BDS മൂവ്മെന്റ് ആരൊക്കെയാണ്? ടിക്ടോക്ക് ഇപ്പൊ കൊറേ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഒക്കെ വളരെ രസമായിട്ട് ഇപ്പം ഹുമ്മൂസ് ഒരു ടൈമിൽ എല്ലാണ്ട് ക്ലിക്കാണ് ഇങ്ങനെ. ഇപ്പം ഹമാസ് എന്നുള്ള വേർഡ് സെൻസർ ചെയ്തല്ലോ, അപ്പൊ ക്രിയേറ്റേഴ്സ് എന്ത് ചെയ്തു, ഹുമ്മൂസ് എന്നിട്ട് ഇങ്ങനെ ഹുമ്മൂസ് എങ്ങനെയാണ് കുക്ക് ചെയ്തെന്ന് പറഞ്ഞിട്ട് ഇസ്രായേലിനെ എങ്ങനെയാണ് കുക്ക് ചെയ്യുന്നിട്ട് കുക്കിംഗ് വീഡിയോ ഒക്കെ വളരെ ക്രിയേറ്റീവ് ആയിട്ട് വെൻഡിങ് മെഷീനിൽ സാധനം എടുക്കുമ്പോ സാധനം എടുത്ത് കഴിയുമ്പോ അബൂബൈദിന്റെ ചിത്രം ഭയങ്കര ട്രെൻഡായിരുന്നു. ഇത് അതേപോലെ തന്നെ ഒരു അൽനാസ് എന്ന് പറഞ്ഞിട്ട് ഒരു ലെബനാനി കണ്ടന്റ് ക്രിയേറ്ററും ആ ചെങ്ങായിന്റെ കണ്ടന്റ് ആണ് ഭയങ്കര വൈറലായിരുന്നത്. അതായത് 2 മിനിറ്റുള്ള ഒരു വീഡിയോ അല്ലേ, 2 മിനിറ്റുള്ള ഹൈ ക്വാളിറ്റി സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഒരാൾ ഒരു പെപ്സി വാങ്ങുമ്പോ ആ 2 അൾജീരിയക്കാരനല്ലേ? അൾജീരിയക്കാരനാണ്. പക്ഷെ അതോട് കൂടിയിട്ട് ഭയങ്കരമായിട്ട് ഇത് ഭയങ്കര പോപ്പുലർ ആയി. ശരിക്കും ബോയ്ക്കോട്ട് എന്ന് പറയുമ്പോൾ ഇത് നമ്മൾ പറഞ്ഞല്ലോ, ഇതിന്റെ ഒരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നത് BDS മൂവ്മെന്റ് ആണ്. അപ്പം ഒന്നാമത്തെ സാധനം എന്ത് ബോയ്ക്കോട്ട്. അപ്പം ബോയ്ക്കോട്ടിന് ഒരു കുറെ നിർദ്ദേശങ്ങൾ പറയുന്നുണ്ട്, വല്ല സൈറ്റിൽ കയറി നമുക്ക് കാണാൻ പറ്റും. വലിയൊരു നിർദ്ദേശം വെച്ചാൽ ഇങ്ങനെ പരക്കെ ഇങ്ങനെ പരന്ന് ബോയ്ക്കോട്ട് ചെയ്യുന്ന ഒരു പ്രത്യേകം വരും. ഒരു ബോയ്ക്കോട്ട് ചെയ്യേണ്ടിട്ട് ഓല് മുന്നോട്ട് വെക്കുന്ന കുറച്ച് ബ്രാൻഡുകൾ ശരിക്കും ബോയ്ക്കോട്ടിനെ കണ്ട രീതിയല്ല, എല്ലാ ബ്രാൻഡുകളെയും അറ്റാച്ച് ചെയ്തിട്ട് അങ്ങോട്ട് ഒഴിവാക്കി. ഇസ്രായേൽ സപ്പോർട്ട് ആണോ? വേണ്ട, ഇസ്രായേൽ സപ്പോർട്ട് വേണ്ട. വേറൊരു പ്രശ്നമുണ്ട്. നമ്മളിങ്ങനെ ഒരു റീസണബിൾ അല്ലെങ്കിൽ പ്രശ്നം എന്ന് വെച്ചാൽ ആൾക്കാർ എന്തിനാ ഒഴിവാക്കുക, എന്താ എല്ലാവർക്കും അങ്ങോട്ട് കൺവിൻസിങ് ആയിട്ട് വരൂല. പക്ഷെ ഇവലെ മൂവ്മെന്റിൽ ഇവർ വളരെ കൃത്യമായിട്ട്, അതായത് നമ്മൾ ബോയ്ക്കോട്ട് ചെയ്യേണ്ട ബ്രാൻഡ് ഇതാണ്, ഓരോന്ന് വെച്ചിട്ട് ഇതിനാണ് നമ്മൾ ബോയ്ക്കോട്ട് ചെയ്യേണ്ടത്, ഇതെന്തുകൊണ്ട്, ഇതാണ് കാരണം. ഇപ്പോൾ ഉദാഹരണത്തിന് പ്യൂമ, നിങ്ങൾ പ്യൂമയെ ബോയ്ക്കോട്ട് ചെയ്യണം. എന്തിനാണ് നിങ്ങൾ പ്യൂമനെ ബോയ്ക്കോട്ട് ചെയ്യുന്നത്? പ്യൂമക്ക് ഇസ്രായേൽ ഫുട്ബോളുമായിട്ട് എന്തുണ്ട്, അസോസിയേഷനായിട്ട് സ്പോൺസർഷിപ്പ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ പ്യൂമനെ ബോയ്ക്കോട്ട് ചെയ്യണം. അത് പ്രഷർ കൊടുക്കുകയാണ് പ്യൂമക്ക്. കാരണം ഈ വരുന്ന 2024 ഡിസംബറിൽ എന്തുണ്ട്, പ്യൂമയും ഇവർ നമ്മളെ കരാറ് അവസാനിക്കും, തീരും. സ്വാഭാവികമായിട്ടും പ്യൂമ എന്ത് ചെയ്യാൻ പാടില്ല, അടുത്ത കരാർ എടുക്കാൻ പാടില്ല. അപ്പൊ അതിന് പ്യൂമന്റെ മേത്ത് എന്ത് ചെയ്യാണ്, പ്രഷർ ചെയ്യാണ്. അതാണ് ഒരു ലക്ഷ്യം. അതേപോലെയാണ് ഒന്ന് ഈ സാധനം ഇത് ഭയങ്കര രസമാണ്. അതായത് ഇവര് ഉപയോഗിക്കുന്ന ടേംസ് ഭയങ്കര, അതായത് വി വിൽ ബോയ്ക്കോട്ട് പ്യൂമ അൺടിൽ എന്നുള്ള ടേം ഭയങ്കര ഇതാണ്. അത് കേൾക്കണോന്ന് ഇത് ഭയങ്കര റീസണബിൾ ആയി തോന്നും. അതായത് ഞങ്ങൾ വെറുതെ അങ്ങനെ അടച്ചു കയറി വെടിവെക്കുന്ന പരിപാടിയല്ല. ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, നിങ്ങൾ ഇസ്രായേൽ അസോസിയേഷന് ഫണ്ട് ചെയ്യുന്നുണ്ട്, ആ ഫണ്ട് പിൻവലിക്കുന്നത് വരെ പ്യൂമയെ ഞങ്ങൾ ഉപരോധിക്കും. അപ്പോൾ അത് കേൾക്കുമ്പോൾ കമ്പനീസിനും ഒരു തീരുമാനം എടുക്കാൻ ഭയങ്കര സുഖമാണ്. പ്ലസ് ഇതിനെ ബോയ്ക്കോട്ട് ചെയ്യുന്ന ആളുകൾക്ക് എന്തിനാണ് ഇത് ബോയ്ക്കോട്ട് ചെയ്യുന്നത് ക്ലിയർ ആണ്, ഡയറക്റ്റ് ആണ്, ക്ലിയർ ആണ്. ബോയ്ക്കോട്ട് മൂവ്മെന്റിന്റെ സമയത്ത് ഭയങ്കര ശ്രദ്ധയുള്ള ഒരു പ്ലക്കാർഡിന് മണി സ്പീക്സ് എന്നിട്ട് എന്ത് പറഞ്ഞാൽ കോർപ്പറേറ്റ് കമ്പനികളെ സംബന്ധിച്ചിടത്തോളം ഓലൊരു പൈസ തൊട്ട ഓൽക്ക് പിന്നെ ഇടങ്ങാറോ, ഓൽക്ക് കമ്പനിക്ക് എന്ത് ചെയ്യേണ്ടി വരും, മൊത്തത്തിൽ ഡിസിഷൻ ചേഞ്ച് ചെയ്യേണ്ടി വരും. അതാണ് നമ്മൾ ഈ അൺടിൽ വെക്കുന്നതും. അതായത് പ്യൂമനെ സംബന്ധിച്ചിടത്തോളം പ്യൂമക്ക് ഒരു നഷ്ടം ഉണ്ടാകുമ്പോൾ പ്യൂമ റീസൺ നോക്കും. ഇതാണ് റീസൺ, കമ്പനീനെ സംരക്ഷിക്കാൻ അവർ നോക്കുക. സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, ഇസ്രായേലിനെ ഒറ്റപ്പെടുത്തും. ഈ BDS മൂവ്മെന്റിന്റെ ഒരു മെയിൻ ലക്ഷ്യമായിട്ട് തന്നെ എല്ലാ സ്ഥലത്തു നിന്നും ഇസ്രായേലിനെ ഒറ്റപ്പെടുത്തുക എന്നുള്ളതാണ് ലക്ഷ്യം. ഓലെ ഇപ്പം മൊത്തത്തിൽ ഈ മക്ഡൊണാൾഡ്സിന്റെ കേസ് ഇപ്പൊ ടാർഗറ്റ് ചെയ്യാനുള്ള മെയിൻ റീസൺ പറയുന്നത് ഈ ഇസ്രായേലി അവർക്ക് ഫ്രീ ആയിട്ട് ഫുഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അതേസമയം മക്ഡൊണാൾഡ്സിന്റെ വേറൊരു ഔട്ട്ലെറ്റ് എന്താണ് ഫലസ്തീനിലേക്ക് ഡൊണേറ്റ്. അല്ല, അവിടെ ഇപ്പൊ ഇത് സംഭവിച്ചു, ഇതിനാണ് ടാർഗറ്റിംഗ് എന്ന് പറഞ്ഞതോട് കൂടിയിട്ട് അതിന്റെ CEO മുമ്പോട്ട് വരികയാണ്, ഇത് നമ്മളോട് അറിവോട് കൂടിയിട്ടല്ല ഡിസ്ട്രിബ്യൂട്ട് ചെയ്തെന്ന് പറഞ്ഞു. കമ്പനി പൂർണ്ണമായിട്ടും ലാഭം തന്നെയാണ്, മണി തന്നെയാണ് പോലെ മുമ്പിൽ ലക്ഷ്യം. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് വിജയിക്കാണ്. ഈ ഒരു ടാർഗറ്റിങ്ങിലൂടെ, ഈ ഒരു സാങ്ഷൻ നടക്കുന്നതിലൂടെ, ഈ ഫുഡ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നതിലൂടെ ടാർഗറ്റ് ചെയ്യപ്പെടുന്നു. അതോടുകൂടിയിട്ട് കമ്പനിക്ക് പോളിസി മാറ്റേണ്ടി വരുന്നു, കമ്പനി തള്ളി പറയേണ്ടി വരും. പ്ലസ് ഇതില് എന്താ മക്ഡൊണാൾഡ്സ് BDS മൂവ്മെന്റിന്റെ ടാർഗറ്റ് അല്ല ശരിക്കും. അല്ലല്ല, അതായത് മക്ഡൊണാൾഡ്സ്, സ്റ്റാർബക്സ്, ഈ സാറ, ഇതൊക്കെ ശരിക്ക്
അപ്പം ഉണ്ടാവുന്ന ഒരു ചെറിയ ചെറിയ ഇൻസിഡൻസ് വഴി ആളുകളുടെ ഒരു പബ്ലിക് ഭയങ്കരമായിട്ടുള്ള ഒരു കോൺഷ്യസ് കാരണം സാറിന്റെ ഒരു ആഡ് പ്രശ്നമായല്ലേ? ആഡ് പ്രശ്നമായി. മക്ഡൊണാൾഡ്സിന്റെ ഈ ഒരു ഇഷ്യൂ പ്രശ്നം. സ്റ്റാർബക്സ് ശരിക്കും അതിന്റെ ഒരു ഷെയർ സ്റ്റേക്ക് സ്റ്റാർബക്സിന്റെ ഷെയർ അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട്. പിന്നെ സ്റ്റാർബക്സ് തന്നെ ഫലസ്തീനോട് സംസാരിച്ച എംപ്ലോയീസിനെ പുറത്താക്കിയിട്ടുള്ള കേസുകൾ, ഇതൊക്കെ വെച്ചിട്ടാണ് സ്റ്റാർബക്സിനെ ടാർഗറ്റ് അത് ചെയ്തിട്ടുള്ളത്. അത് ഒരു മാസ് മൂവ്മെന്റ് ആയിട്ട് സ്ട്രാറ്റജിക് ആയിട്ട് ഇവര് ഒരു പദം ഉപയോഗിക്കുന്നുണ്ട്, ടാർഗറ്റഡ് ബോയ്ക്കോട്ടാണ്. ഇവരെന്ത് ചെയ്യും, ഓരോ ഇൻഡസ്ട്രിയിൽ ഓരോ ആളുകളെ ചൂസ് ചെയ്യും. അതായത് ഇതിന് നമ്മളിങ്ങനെ വിചാരിക്കും, ഇപ്പോൾ എന്താ കുറച്ചൊക്കെ നല്ല എന്താ പറയുക ഒരു പവറൊക്കെ ഉള്ള, അല്ലെങ്കിൽ ഞാൻ പറയാം ഇപ്പോൾ കുറച്ചൊക്കെ തക്കുയിമാരൊക്കെ ഉള്ളവരെന്ത് ചെയ്യും, പെപ്സിയും കൊക്കക്കോളയൊക്കെ നിർത്തും. കാരണം ഇത് കുടിക്കുമ്പോൾ ഒരു ചങ്ക് കിട്ടുന്ന ഒരു ഇടങ്ങേറുണ്ടല്ലോ, ചോര ഇതിങ്ങനെ മനസ്സിലേക്ക് ആ സാധനം ഇങ്ങനെ അടിച്ചു കയറിയിട്ട്. പക്ഷെ ഇന്ന് നോക്ക്, നമ്മൾ മന്തി അടിക്കാൻ പോകുമ്പോൾ ആൾക്കാർ കൂളായിട്ട് കുടിക്കുന്നുണ്ട്. അതിന് കാരണം എന്താ അത് നമ്മളൊരു മാസ് മൂവ്മെന്റ് ആയി മാറുമ്പോൾ അത് കുറച്ചും കൂടി റീസണബിൾ ആവണം, അതിനൊരു ആൾട്ടർനേറ്റീവ് ഉണ്ടാവണം. ഇന്ന് നമുക്ക് പെപ്സിയും കൊക്കക്കോള ഇവിടെ എന്താ തരിപ്പിക്കാൻ എന്താണെന്ന് ചോദിക്കുമ്പോൾ പെപ്സിക്കും കൊക്കക്കോളക്കും പകരം നമുക്ക് വെക്കാൻ ഒരു ആൾട്ടർനേറ്റീവ് ഇല്ല. ഞങ്ങൾ 2 ആഴ്ച മുമ്പ് ഞാനും ഓനും കൂടി മുംബൈയിൽ പോയിരുന്നു. മുംബൈയിലത്തെ ഒരു അവസ്ഥ എന്താ പറഞ്ഞാല് ഏകദേശം ഞങ്ങൾ കയറി ഏകദേശം എല്ലാ ഷോപ്പുകളിലും അവിടെ ഈ പറഞ്ഞ പോലെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കോള ഐറ്റംസ് ഇല്ല, ഒരു അവിടെ ഉള്ളത് വേറൊരു തരത്തിലുള്ള കോള ആൾട്ടർനേറ്റീവ്സ് അവിടെ ഉണ്ട്. ഞങ്ങൾ ചോദിച്ചു എന്താണ് ഇസ്രായേൽ പ്രൊഡക്റ്റ് എന്നിട്ട് വെച്ചാല് ആൾക്കാർ ചോദിക്കുന്നത്, ഞാൻ ഒറ്റക്ക് എന്താണ് പെപ്സി ഉപയോഗിച്ചില്ലെങ്കിൽ അല്ലെ കൊക്കക്കോള എടുത്തില്ലെങ്കിൽ നമുക്ക് എന്ത് മാറ്റം ഇസ്രായേൽ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഫലസ്തീനിൽ എന്ത് മാറ്റം ഉണ്ടാകുക, അങ്ങനെ ഒരു ഭയങ്കര നിഷ്കളങ്കായിട്ടുള്ള ചോദ്യമാണ്. അത് വെറും മണ്ടത്തരായിട്ടില്ല, ഞാൻ ഒറ്റക്ക് ചെയ്ത് എല്ലാരും കൂടി പറഞ്ഞല്ലോ മൂവ്മെന്റ് തന്നെ. പറഞ്ഞാല് ബോയ്ക്കോട്ട്, ഞാൻ പറയുന്നത് ഇതൊരു ബോയ്ക്കോട്ട് ഒരു മാസ് മൂവ്മെന്റ് ആവാത്തിന്റെ കാരണം എന്താ വെച്ചാല് ഇവിടെ ഒരു ആൾട്ടർനേറ്റീവ് ഇല്ലാത്തതാണ്. ഇപ്പൊ ഈ ഫലസ്തീൻ കോക്കൊക്കെ ഇറങ്ങുന്നുണ്ടല്ലോ, അതൊക്കെ ശരിക്കും ഇവിടെ ഇറങ്ങണല്ലേ. സലാം കോള വേറെ രസമുണ്ട്, അബുലാൽ അങ്ങോട്ട് വരുത്തിക്കാൻ നോക്കി അതിന്റെ കാര്യം എന്തൊക്കെയാണ്, എന്തോ ടാക്സിന്റെ പിന്നെ അതിന് ടാക്സും കാര്യങ്ങൾ GST ഒക്കെ പ്രശ്നമായിട്ട് നമുക്ക് ഇവിടെ ഒരു കോൾഡ് സ്റ്റോറേജ് വേണം. അല്ല, നമ്മളിപ്പോ ഇവിടുന്ന് പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ പ്രശ്നമില്ല, കാരണം ഇവിടുത്തെ ഒരു എക്കണോമി ഒക്കെ കൂടുതൽ നമ്മൾ ഇവിടുന്ന് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ. അപ്പൊ അങ്ങനെ ആകുമ്പോൾ ഇവിടുത്തെ ടാക്സ് കാര്യങ്ങളൊക്കെ കുറയും. പക്ഷെ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് പുറത്തുള്ള ഒരു സാധനമാണല്ലോ, അപ്പൊ ഇവിടെ ഉള്ള ഒരു സാധനം തള്ളിയിട്ട് നമ്മൾ പുറത്തുള്ള സാധനം കൊണ്ടുവരികയാണ്. റീസണബിൾ റേറ്റിൽ നമുക്ക് കൊടുക്കാൻ കഴിയില്ല സാധനം. അതായത് ബോയ്ക്കോട്ടിന് എനിക്ക് തോന്നി ആ ഒരു BDS മൂവ്മെന്റ് മുന്നോട്ട് വെക്കുന്ന സ്ട്രാറ്റജി തന്നെ ഒന്നാമതായിട്ട് ഒരു മുന്നോട്ട് വെക്കുന്ന കമ്പനി HP ആണെന്ന് തോന്നുന്നു. ടെക്നോളജീസില് HP എന്താ വെച്ചാല് ഫലസ്തീന് ഓപ്പൺ പ്രിസൺ എന്ന് സാധാരണ പറയലുണ്ട്. ആ ഒരു മതിലിൻ്റെ ഉള്ളിലൊക്കെ അതിൽ ഇവരെ സർവേലൻസിനെ പ്രൊവൈഡ് ചെയ്യുന്നത് HP ആണ്. തന്നെ ഓരോ കുറെ ടെക്നോളജീസ്, ഓരോ ഡാറ്റാ ബേസ് ഇസ്രായേലിന്റെ സിസ്റ്റം ഉണ്ട്, അതിനെ പ്രൊവൈഡ് ചെയ്യുന്നത് HP ആണ്. അപ്പം ഫസ്റ്റ് ടാർഗറ്റ് ചെയ്യുന്നത് HP നെയാണ്, അതായത് HP എന്നുള്ളൊരു ബ്രാൻഡിനെ. ആവീവ് സിസ്റ്റം എന്നതിൻ്റെ പേര്, എൽവിറ്റ് അല്ല, ആവീവ് സിസ്റ്റം. പിന്നെ ഒരു ഡാറ്റാ ബേസ്, ഇതൊക്കെ അതായത് ആലോചിച്ച് നോക്കുക, ആളുകളെ ഏറ്റവും കൂടുതൽ സെഗ്രിഗേറ്റ് ചെയ്യുന്നത്, അവരെ ഏറ്റവും കൂടുതൽ ടാർഗറ്റ് ചെയ്യുന്നത് ഈ ടെക്നോളജീസ് വെച്ചിട്ടാണ്. അപ്പോൾ ഫലസ്തീനുകളെ ഏറ്റവും കൂടുതൽ, അതായത് നമ്മൾ ഓപ്പൺ എയർ പ്രിസൺ എന്നാണല്ലോ പറയുക, അപ്പോൾ അവരെ അത്രയും ചെറിയൊരു ലാൻഡ് മാർക്കിൽ ഇട്ടിട്ട് അവരെ എല്ലാ സാറ്റലൈറ്റ് എല്ലാ നിലക്കുള്ള ടെക്നോളജീസ് ഉപയോഗിച്ചിട്ട് ഇവർ ടാർഗറ്റ് ചെയ്യും. അപ്പോൾ ഒരാൾ നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ CCTVയിൽ ഇത് ഇവനാണ്, ഇവന് ഇത്ര വയസ്സ്, ഇവനാണ്, ഇവൻ്റെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണ്, ഇങ്ങനെ എല്ലാ ഡാറ്റയും അവർക്ക് കിട്ടണം. അപ്പോൾ ഇതിനുള്ള എല്ലാ ടെക്നോളജിക്കൽ സപ്പോർട്ടും ആരാ കൊടുക്കുന്നത്? HP ആണ് കൊടുക്കുന്നത്. ആ നിലക്ക് HP നെയാണ് ഇവർ മെയിൻ ലിസ്റ്റിലായിട്ട് ബോയ്ക്കോട്ട് ചെയ്യണമെന്ന് പറയുന്നത്. അങ്ങനെ ആലോചിച്ച് നോക്കുക, ഒരു പക്കാ റേഷ്യൽ സാധനം നടക്കുന്നത്. ഇപ്പോൾ വെസ്റ്റ് ബാങ്കിൽ പറഞ്ഞാൽ മുഴുവൻ മതിലുകളാണ്. അപ്പോൾ ആ മതിലുകൾക്കിടയിലുള്ള പാസേജുകൾ വേണ്ടത് ഈ ഒരു ഇവരുടെ ഇവരുടെ ID വെച്ചിട്ട് ആ ചെക്ക് പോസ്റ്റുകൾ കടന്നിട്ടാണ്. അപ്പോൾ ഇതിനുള്ള എല്ലാ അസിസ്റ്റൻസും പ്രൊവൈഡ് ചെയ്യുന്നവരാ ഇവരാണ്. അതുകൊണ്ട് തന്നെ BDS മൂവ്മെന്റിൽ ഇവരെ കുറിച്ച് പറയുമ്പോൾ, HP നെ കുറിച്ച് പറയുമ്പോൾ അതിലൊരു സാധനം പറയുന്നുണ്ട്, HP എന്ന് പറയുന്നത് പോളറോയിഡ് ഓഫ് ദി ടൈം എന്നാണ്. അതായത് ഈ കാലത്തെ പോളറോയിഡാണ്. പോളറോയിഡ് എന്ന് പറയാൻ കാരണം എന്ത്, അതായത് പോളറോയിഡ് എന്ന് പറഞ്ഞാൽ പണ്ടുള്ളൊരു കമ്പനിയാണ്. ഈ കാനണും നിക്കോണൊക്കെ വരുന്നതിന് മുമ്പ് ഭയങ്കര അന്നുണ്ട്, പക്ഷെ അന്ന് ഭയങ്കര ഫേമസ് ആയിട്ട് ഉണ്ടായിരുന്ന ഒരു സാധനം പോളറോയിഡ് ക്യാമറാസ്. അതായത് നമ്മൾ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ഇൻസ്റ്റന്റ് ആയിട്ട് 60 സെക്കൻഡിൻ്റെ ഉള്ളിൽ നമുക്ക് ഫോട്ടോ തരുന്ന സാധനം, അതാണ് പോളറോയിഡ് ക്യാമറാസ്. അത് ഭയങ്കര ഫേമസ് ആയിരുന്നു. അത് എന്താ ഇവിടെ USA ബേസ്ഡ് കമ്പനിയാണ്. അപ്പോൾ
1970 ഒക്ടോബർ 8 ഈ കമ്പനിക്കെതിരെ അവിടുത്തെ എംപ്ലോയീസ് ഒരു പ്രൊട്ടസ്റ്റ് നടത്തുന്നുണ്ട്, ബോയ്ക്കോട്ട് പ്രൊട്ടസ്റ്റ്. അപ്പോൾ ഈ ബോയ്ക്കോട്ടിൻ്റെ മൊത്തം ഹിസ്റ്ററി വരുമ്പോൾ അത് ഭയങ്കര ഒരു രസമുള്ള ഹിസ്റ്ററിയാണ്, പോളറോയിഡിൻ്റെ ഹിസ്റ്ററി അറിയുന്നത്. അപ്പോൾ ഈ വില്യം ഹണ്ടർ ഇങ്ങനെ രണ്ടാളുകളുണ്ട്. അപ്പോൾ അവർ ആഫ്രിക്കൻസ് ആണ്, ബ്ലാക്ക്സ് ആണ്, പക്ഷെ അമേരിക്കയിലാണ് താമസിക്കുന്നത്, ജീവിക്കുന്നത്. അപ്പോൾ അവരവിടുത്തെ എംപ്ലോയീസ് ആണ്, പോളറോയിഡിൽ എംപ്ലോയീസ് ആണ്. ഒരാൾ ഫോട്ടോഗ്രാഫറാണ്, ഒരാൾ അതിനെന്തോ ഒരു ജെല്ല് ടെക്നോളജിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഇവർ കമ്പനി ജോലി കഴിഞ്ഞ് കമ്പനിയിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങുന്നൊരു ദിവസം പെട്ടെന്ന് അവരുടെ വാളിൽ ഒരു മോക്കപ്പ് കണ്ടു. അതായത് ഒരു ID കാർഡിൻ്റെ മോക്കപ്പാണ്. അപ്പോൾ ഇവർ സൂക്ഷിച്ച് നോക്കുമ്പോൾ അത് ആഫ്രിക്കയിലുള്ള ഒരു മറ്റേ കോൾ മൈൻ്റെ ഒരു അവിടെയുള്ള ആളുടെ ID കാർഡിൻ്റെ മോക്കപ്പാണ്. അപ്പോൾ അതിൽ നോക്കുമ്പോൾ അതിലുള്ള ആൾ ഇവർക്ക് അറിയുന്ന ഇവിടുത്തെ ഒരാൾ തന്നെയാണ്. പക്ഷേ അയാളുടെ പേര് ഏതോ ഒരു ആഫ്രിക്കൻ പേരാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവരെന്ത് ചെയ്തു, ഇവർക്ക് ഭയങ്കര അത്ഭുതമായി. ഇതെങ്ങനെയാണ് USA കിടക്കുന്ന ഒരു ക്യാമറ കമ്പനി എങ്ങനെയാണ് ഇങ്ങനത്തെ സാധനം ഇതെങ്ങനെ സംഭവിക്കുന്നു? അപ്പോൾ ഇവരായി കൂടുതൽ റിസർച്ച് ചെയ്ത് പഠിച്ചു. അപ്പോഴാണ് ഇവർക്ക് മനസ്സിലാവുന്നത് ഈ പോളറോയിഡ് എന്ന് പറയുന്ന കമ്പനിയാണ് സൗത്ത് ആഫ്രിക്കയിലുള്ള ഈ ID കാർഡ് വിതരണം ഈ ടൈപ്പ് ചെയ്തിട്ടുള്ളത് ഈ കമ്പനിയായിട്ടാണ്, പോളറോയിഡിന്. അതായത് സൗത്ത് ആഫ്രിക്കയിലുള്ള അവിടെ ആളുകളെ ഏറ്റവും കൂടുതൽ റേഷ്യലി ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നതിന് കാരണം ഈ ID കാർഡാണ്. അതായത് അവിടെയുള്ള എല്ലാ ബ്ലാക്സിനും ഒരു ID കാർഡ് ഉണ്ടാവും. അപ്പോൾ ഇപ്പോൾ ഫലസ്തീനിൽ നമ്മൾ എങ്ങനെയൊക്കെയാണോ വെസ്റ്റ് ബാങ്കിൽ ID കാർഡ് വെച്ചിട്ട് ഇവരെ സെഗ്രിഗേറ്റ് ചെയ്ത് മണിക്കൂറുകളോളം വരിയിൽ നിർത്തുന്നത്, അതേപോലെ ആ സമയത്ത് എന്ത് ചെയ്തു ഇവിടെ ഇത് നടക്കുന്നുണ്ട്, ഈ സൗത്ത് ആഫ്രിക്കയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ID കാർഡ് ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ, ഓൻ ലേബിൾഡായി, ഓനെ റേഷ്യലി ഏത് നിലക്കും ഓനെ ഇടങ്ങാറാക്കാനുള്ള എല്ലാ ലൈസൻസും കിട്ടി. അപ്പോൾ ഈ ID കാർഡ് ഉണ്ടാക്കുന്നതിന് കാരണക്കാരാണ് പോളറോയിഡാണ്. അപ്പോൾ പോളറോയിഡിനെതിരെ അവരെന്നിട്ട് അങ്ങനെ പ്രൊട്ടസ്റ്റ് എടുത്താണ്. അപ്പോൾ ഇവർ ഭയങ്കര ടാഗ് ലൈനൊക്കെ കൊണ്ടുവരുന്നുണ്ട്, യു ആർ കില്ലിങ് ആഫ്രിക്കൻ വിത്തിൻ 60 seconds എന്ന് പറഞ്ഞിട്ട്. അത് 60 seconds ആണ് ഇതിന് വേണ്ടി. അതായത് ഒരു ചെക്ക് പോസ്റ്റിൻ്റെ അവിടുന്ന് ഒരാളെ കിട്ടി, അയാൾ എന്ത് ചെയ്തു, വന്നിരുത്തി ഫോട്ടോ എടുത്ത് അയാളുടെ ഡീറ്റെയിൽസ് എടുക്കുമ്പോൾ തന്നെ അയാൾ ID കാർഡ് പ്രിന്റ് ചെയ്ത് റെഡി ആയി ഉണ്ടാവും. ഫോട്ടോ മറ്റേ പോലെ ഇടങ്ങാറില്ല, മറ്റേ ഫോട്ടോ ഇതാക്കണ. അപ്പോൾ ഫോട്ടോ വഴി ഓരോരുത്തരെ സെഗ്രിഗേറ്റ് ചെയ്യുക. അങ്ങനെ പോളറോയിഡിനെതിരെ ഭയങ്കര പ്രൊട്ടസ്റ്റ് നടന്ന് പോളറോയിഡിന് ആദ്യം ഭയങ്കര രസമാണ്. കാരണം പോളറോയിഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു കമ്പനിക്കൊരു ബ്രാൻഡ് വാല്യൂ ഉണ്ടാവുമല്ലോ. അപ്പോൾ പോളറോയിഡ് കമ്പനി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആപ്പിൾ കമ്പനി പറഞ്ഞാൽ കുറച്ചുകൂടി ഇന്നോവേഷൻ, അതാണ് അവരുടെ ഒരു ബ്രാൻഡ് ഐഡന്റിറ്റി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ പോളറോയിഡ് എന്ന് പറഞ്ഞാൽ അവർ ഞങ്ങൾ ഭയങ്കര ഹ്യൂമെയിനാണ്, ഞങ്ങൾ ഹ്യൂമാനിറ്റേറിയൻ കൺസെൻസ് ഉള്ള ആൾക്കാരാണ്. അതായത് അവരുടെ കമ്പനികൾ കുറേ അന്ന് റേഷ്യൽ ഡിസ്ക്രിമിനേഷനാണ് ഏറ്റവും പ്രശ്നം. അപ്പോൾ അവരുടെ കമ്പനിയിൽ ഏറ്റവും കൂടുതൽ ബ്ലാക്സ് ഉണ്ട്. ഇനി ബ്ലാക്സ് വന്നാൽ തന്നെ ആ ബ്ലാക്സിന് താഴേക്കടയിലുള്ള ജോലിയില്ല, അവർക്ക് സാധാ പോലെ തന്നെ ജോലിയിൽ റേസ് കൊടുക്കും. അങ്ങനെ ഞങ്ങൾ ഭയങ്കര അത്യാവശ്യം പുരോഗമനമൊക്കെ ഉള്ളൊരു ടീമാണ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് വാല്യൂ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന പോളറോയിഡിനാണ് ഈ അടി കിട്ടുന്നത്. അപ്പോൾ ആദ്യം പോളറോയിഡിൻ്റെ കമ്പനി CEO ഒക്കെ പറയുന്നുണ്ട്, ഞങ്ങളങ്ങനെ ചെയ്യുന്നൊന്നുമില്ല, സൗത്ത് ആഫ്രിക്കക്ക് ഞങ്ങളിതൊന്നും കൊടുക്കണമെന്നില്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ അവർ തെളിവുകൾ വെച്ച് ഉദ്ധരിക്കുമ്പോൾ എന്ത് ചെയ്തു, അവസാനം പോളറോയിഡ് ഇത് സമ്മതിക്കുന്നുണ്ട്. പക്ഷേ പോളറോയിഡ് അവിടുന്ന് മാറുന്നില്ല. പക്ഷേ പോളറോയിഡ് എന്ത് ചെയ്ത്, എന്നാൽ ഞങ്ങളൊന്ന് അന്വേഷിക്കട്ടെ, സൗത്ത് ആഫ്രിക്കയിൽ റേസിസം വർക്കൗണ്ടോന്ന് ഞങ്ങൾ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇവരൊരു ടീമിനെ പറഞ്ഞേക്കാണ് സൗത്ത് ആഫ്രിക്കക്ക്. എന്നിട്ട് ആ ടീം അവിടെ മൊത്തത്തിൽ ഇങ്ങനെ അന്വേഷിച്ച് പഠിച്ചിട്ട് റിപ്പോർട്ടൊക്കെ ആയിട്ട് വരികയാണ്, സൗത്ത് ആഫ്രിക്കയിൽ ഭയങ്കര പ്രശ്നമാണ്. എന്നിട്ട് ഇവരവിടെ എങ്ങനെയാണ് ഈ പ്രശ്നത്തെ പരിഹരിക്കാൻ, സൗത്ത് ആഫ്രിക്കൻസിന് എങ്ങനെ നമ്മൾ എഡ്യൂക്കേഷൻ നൽകും എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കളികളാണ്. അതായത് മുഖം രക്ഷിക്കണമല്ലോ, ഈ ബ്രാൻഡ് വാല്യൂ എന്ന് പറയുന്ന എല്ലാ കമ്പനി അങ്ങനെ തന്നെയാണ്, മുഖം രക്ഷിക്കുകയാണ്. ഇപ്പം നമ്മൾ നേരത്തെ ചോദിച്ചല്ലോ, ഒരാൾ കുടിച്ചില്ലെങ്കിൽ എങ്ങനെയാ പൈസ, അങ്ങനെയല്ല ഇതൊരു മൊത്തം ഗ്ലോബൽ ലെവലിൽ നോക്കുമ്പോൾ. ഇപ്പോൾ ജസ്റ്റ് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ ബ്രാൻഡ് വരെ നശിക്കാന്ന് പറയുമ്പോൾ, ഇപ്പം റൊണാൾഡോൻ്റെ ഒരു സംഭവം ഉണ്ടായിരുന്നു. റൊണാൾഡോ ഒരു പ്രസ് മീറ്റിന് വന്നപ്പോൾ മുമ്പുള്ള കോളം ഒന്ന് മാറ്റിയിട്ട് അക്വ എന്ന് പറഞ്ഞ് വെള്ളം എടുത്തിട്ട് ജസ്റ്റ് ഒറ്റ സെക്കൻഡിൽ കോളകൾക്ക് കോടിയ നഷ്ടം ഉണ്ടായത്. സ്റ്റോക്ക് മാർക്കറ്റിൽ ഭയങ്കര ഇടിവ് സംഭവിച്ചു, ആ ബ്രാൻഡ് വാല്യൂ ഇല്ലാണ്ടായിപ്പോയി. അദ്ദേഹമാണ് ഒരു കൂട്ടൻ ടീം ഇത് പറ്റൂല എന്ന്, അതായത് കമ്പനിക്ക് നെഗറ്റീവ് ഇമേജ് ഉണ്ടാക്കി കൊടുക്കണം. നിങ്ങൾ പ്രശ്നം ഇതാണ്, നമ്മൾ ഈ ക്ലോസ് വെക്കണ്ടല്ലോ, അൺടിൽ ക്ലോസ് വെക്കുന്നുണ്ട്, പ്രശ്നം ആകുമ്പോൾ നെഗറ്റീവ് ഇമേജ് ഉണ്ടാകുന്ന കൂടിയിട്ട് ബ്രാൻഡ് വില ഇടിക്കും, ആൾക്കാരപ്പം അതിൻ്റെ സ്റ്റോക്ക് എടുക്കൂല. അപ്പം വൻ നഷ്ടങ്ങൾ എന്ത് ചെയ്യും, കമ്പനിക്ക് ഉണ്ടാവും. നേരത്തെ പറഞ്ഞ പോലെ മണി സ്പീക്സ് ആണ് കമ്പനിക്ക്. പിന്നെ അതായത് ആളുകൾ ബോയ്ക്കോട്ട് സംഭവിക്കുമ്പോൾ ഉണ്ടാവുക ആൾക്കാരെ വാങ്ങാതിരിക്കുക കൂടിയല്ല, മറിച്ച് അവിടെ ഒരു എക്കണോമിക് പ്രശ്നം ഉണ്ടാവുന്നതിൻ്റെ ഒപ്പം
ആ കമ്പനീൻ്റെ ഒരു ബ്രാൻഡ് വാല്യൂ മൊത്തത്തിൽ ഇപ്പോൾ സ്റ്റാർബക്സ് നമ്മൾ ഉപരോധിക്കുന്നു. സ്റ്റാർബക്സിന് ചിലപ്പോൾ അവരുടെ സ്റ്റേക്കിൽ വളരെ ഇപ്പോൾ ഒരു ബ്രാഞ്ചിൽ ഇപ്പോൾ കോഴിക്കോട് എന്തോ പ്രശ്നം സംഭവിച്ചാൽ, കോഴിക്കോട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലോ, കോഴിക്കോട് എന്ത് ചെയ്തു, കുറച്ച് ആളുകൾ എന്താ സ്റ്റാർബക്സിനെ ഉപരോധിച്ചുകൊണ്ട് ഭയങ്കര കേസ്, അന്ന് ഇവിടെ എന്തൊക്കെ പൊല്ലാപ്പഴുന്നുണ്ടായിരുന്നു. പക്ഷെ സ്റ്റാർബക്സ് എന്ന് പറയുന്ന ഒരു MNC സംബന്ധിച്ചിടത്തോളം അതൊരു പ്രശ്നമല്ല. പക്ഷെ സ്റ്റാർബക്സ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ പ്രശ്നമായിട്ട് വരും. ഇപ്പം ഈ അതുപോലെ നമ്മളെ നോ താങ്ക്സ് ആപ്പ് അത് BDS ആയിട്ട് അല്ല. നോ താങ്ക്സ് ആപ്പിൽ എനിക്ക് തോന്നുന്നുണ്ട് ഒരുപാട് ഏകദേശം എല്ലാ സാധനങ്ങളും ചെയ്യുന്ന എല്ലാ കണക്റ്റഡ് ആയിട്ടുള്ള ഈ സാധനങ്ങളും നോ താങ്ക്സ് ആപ്പിന് നല്ല ഭയങ്കര വൈകാരികമായിട്ടുള്ള കഥ ഉണ്ട്. അതുണ്ട്. ഇപ്പോൾ നോ താങ്ക്സ് ആപ്പ് ഡെവലപ്പ് ചെയ്യുന്നത് അഹമ്മദ് എന്നിട്ടുള്ള അഹമ്മദ് ബഷ്ബാഷ് എന്നുള്ള ജർമ്മനിയിലാന്ന് തോന്നുന്നല്ലേ. അല്ല, മൂപ്പര് ഫലസ്തീനിയാണ്. ഫലസ്തീനിയാണ്. ഇപ്പം പക്ഷെ 2018 മുതൽ മൂപ്പര് ഹംഗറിയിലാണ്. ഹംഗറി ബേസ്ഡ് ആണ്. അപ്പം ഇത് പ്രശ്നമെല്ലാം അറിയാം മൂപ്പർക്ക്. അങ്ങനെ ഒരു ദിവസം മൂപ്പർക്ക് ഒരു കോള് വരികയാണ്, മരണപ്പെട്ടിട്ടുണ്ട്, അനിയൻ മരണപ്പെട്ട്, കുടുംബാംഗങ്ങളൊക്കെ എന്ത് ചെയ്തു, എത്രയോ കുടുംബാംഗങ്ങളൊക്കെ മരണപ്പെട്ടിട്ടുണ്ട്. ആ മൊമെന്റിൽ മൂപ്പര് ചിന്തിക്കാണ്, ഞാൻ ഹംഗറിയിലാണ്, അനിയത്തി മരിക്കുന്നുണ്ട്. അനിയത്തി മരിക്കുന്നുണ്ട്, എല്ലാം കൂടി വിഷമമായപ്പം ഹംഗറിയിലാണ്, ആപ്പ് ഡെവലപ്പറാണ്, എന്താണ് എൻ്റെ രാജ്യത്തിന് വേണ്ടി ചെയ്തു കൊടുക്കാൻ പറ്റുക. അങ്ങനത്തെ ഒരു കൺസെപ്റ്റിലാണ് മൂപ്പര് ഈ നോ താങ്ക്സ് ആപ്പ്. അതായത് ഈ ബാർകോഡ് മനസ്സിലാക്കാൻ പറ്റും എനിക്ക് ഓരോ കമ്പനീൻ്റെ. അങ്ങനെ ആ ബാർകോഡ് ആപ്പിലേക്ക് അപ്ലോഡ് ചെയ്തിട്ട് ആ ഒരു അൽഗോരിതം സെറ്റ് ആക്കിയിട്ട് അങ്ങനെ ആണ് ഈ നോ താങ്ക്സ് ആപ്പ് ഡെവലപ്പ് ആയിരുന്നതെന്ന് പറയുന്നുണ്ട്. അത് ഇസ്രായേലായിട്ട് ഏതൊരു രീതിയിൽ കണക്ട് ചെയ്തതെന്ന് വെച്ചാൽ അത് ചിലപ്പോൾ അമേരിക്കൻ കമ്പനി ആയിരിക്കും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യത്തെ രജിസ്റ്റർ ചെയ്ത കമ്പനി ആയിരിക്കും. പക്ഷെങ്കിൽ ഇസ്രായേലിന് ചിലപ്പം എന്താണ് ഫണ്ടിങ് ഉണ്ടാവുമായിരിക്കും, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും അർത്ഥത്തിൽ ഇസ്രായേലിട്ട് കണക്ട് ചെയ്യാം. നോ താങ്ക്സ് ആപ്പ് മാത്രമല്ല, എന്ത് ചെയ്യുന്നു, വേറെ കുറെ ആപ്പുകൾ കുറെ സൈറ്റുകളൊക്കെ ഉണ്ട്, വെബ്സൈറ്റ്സ് ഒക്കെ ഉണ്ട്. നോ താങ്ക്സ് ആണ് അതിനൊരു വേറെ ലെവലിലേക്ക് എല്ലാവർക്കും വളരെ സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതി. ഇപ്പോൾ ആപ്പ് സ്റ്റോറിലൊക്കെ ഏറ്റവും ഇപ്പോൾ അടുത്തൊരു റിപ്പോർട്ട് ചെയ്യാൻ കണ്ടിരുന്നത്, എത്രയോ 15 ലക്ഷം 15,000 ആളുകൾ അത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞു. അതായത് അത്രയും ഒരു മൂവ്മെന്റ്. BDS പറഞ്ഞാൽ അങ്ങനെയല്ല, BDS കുറച്ചുകൂടി ടാർഗറ്റഡ് ആണ്. പക്ഷെ BDS വർക്കാവാത്ത പലയിടത്തും നോ താങ്ക്സ് വർക്കാവും. ഇപ്പോൾ ഇന്ത്യ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ BDS മൂവ്മെന്റ് അത്ര ലൈവ്ലി വർക്കാവുന്നില്ല. ഇവിടെ നമ്മൾ ഏതിനാണ് ടാർഗറ്റ് ചെയ്തിട്ട് ബോയ്ക്കോട്ട് ചെയ്യുന്നതിനെ കുറിച്ച് നമുക്ക് ധാരണ ഇല്ല. പക്ഷെ അപ്പോൾ എന്ത് ചെയ്യും, ആൾക്കാരൊരു ഗ്രോസറി പോയിട്ട് ഒരു സാധനം വാങ്ങുമ്പോൾ ആൾക്കാർക്ക് ഇങ്ങനെ നോക്കാൻ കഴിയും, ഇത് അതിന്റെ പൈസയിലേക്ക് പോകണ്ട. ആൾക്കാർക്ക് അങ്ങനെ പെട്ടെന്ന് തീരുമാനം എടുക്കാനുള്ള ഒരു ഓപ്ഷൻ അതിലുണ്ട്. പേഴ്സണലി ഒരു തീരുമാനം എടുക്കാനുള്ള ഒരു സാധനമാണെന്ന് തോന്നുന്നു. BDS ഇല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ ഇത് വർക്ക് ചെയ്യാൻ തോന്നുന്നു. പേഴ്സണലി നമുക്ക് ഇതിൽ നിന്നൊക്കെ മാറി നിൽക്കാം, എല്ലാ ബോയ്ക്കോട്ട് ചെയ്യാന്നുള്ളൊരു തീരുമാനം വരികയാണെന്ന് തോന്നുന്നു. വ്യക്തിപരം അത് ഉള്ളിൽ നിന്ന് ഉണ്ടാണ് ഒരു സാധനം. ഇപ്പം അല്ല, ബോയ്ക്കോട്ടിന് അങ്ങനെ ഒരു സാധനം ഉണ്ട്. കാരണം ഇപ്പോൾ നമ്മൾ ബാക്കിയുള്ള എല്ലാ ഇബാദത്തുകളെ കുറിച്ച് പറയുമ്പോഴും നോമ്പിനാണല്ലോ കുറച്ചും കൂടി ഒരു നമ്മളെ മാറ്റം ഉണ്ടാക്കുന്ന നോമ്പാണല്ലോ. എന്തുകൊണ്ടാണ് നോമ്പിന് ഇത്ര പവർ ഉള്ളത്? അങ്ങനെ ഒന്നാമത് അങ്ങനെ ഒരു അന്തരീക്ഷം മൊത്തത്തിൽ സൃഷ്ടിക്കപ്പെടും നോമ്പ് ഉണ്ടാവുമ്പോൾ തന്നെ. റമദാനിലാവുമല്ലോ. പക്ഷെ റമദാനില് നമ്മള് ഭക്ഷണം, നമ്മുടെ എല്ലാ ലൈംഗിക ഇഷ്ടങ്ങൾ ഒക്കെ നമ്മളണ്ട് മാറ്റി വെക്കണം. നമുക്ക് കഴിക്കാവുന്ന സാധനങ്ങളാണ്, പക്ഷെ നമ്മളത് മാറ്റി വെക്കണം. അങ്ങനെ ഒരു സാക്രിഫൈസ് നമ്മൾ നടത്തുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഒരു ഈമാനും ഒരു തക്കുവൊക്കെ കൂടാണ്. അപ്പോൾ ഈ നോമ്പും BDSും തമ്മിലൊരു സാധനം ഉണ്ട്. ഇപ്പോൾ അതായത് നോമ്പിൽ നമുക്ക് ഉണ്ടാവുന്ന ഒരു ഭക്തിയും എന്തോ ചെയ്ത പോലൊരു തോന്നലുണ്ട്. ഇപ്പോൾ നോമ്പ് വെച്ചിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒന്നും കാട്ടിയില്ലെങ്കിലും എന്തോ ഒരു സാധനം ഉണ്ട്. അപ്പോൾ അതേപോലെയാണ് BDS. നമുക്കിപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല, ഇവിടെ BDS മൂവ്മെന്റ് ആക്റ്റീവ് അല്ല. പക്ഷെ നമുക്ക് ഏറ്റവും ഇഷ്ടമായിട്ടാ, നമ്മളിപ്പോൾ മന്തിയാണ് കഴിച്ചു, നല്ല പള്ളർച്ച്. ആ ഉദാഹരണം നേരത്തെ വളരെ സിമ്പിളായിട്ട് പറയേണ്ടത് പറഞ്ഞു. ശരിക്കും അത് മാത്രമല്ല, ഇപ്പം നമുക്ക് വളരെ ഇഷ്ടപ്പെട്ട കുറേ സാധനങ്ങൾ, ചില പ്രൊഡക്റ്റുകൾ വളരെ ഓഫറിലൊക്കെ വരും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഇപ്പം വലിയ വലിയ കമ്പനീൻ്റെ നമ്മൾ കാലാകാലങ്ങളായിട്ട് വാങ്ങിച്ചാൽ മതി. ഇപ്പം ടെക്നോളജി തന്നെ ഒന്ന് കിട്ടിയെന്ന് വിചാരിക്കുന്ന കുറേ കമ്പനികളൊക്കെ വരും. അപ്പം ഇതൊക്കെ ഓഫറിലേക്ക് വരുമ്പോൾ വേണ്ട. ഇപ്പോൾ പണ്ടൊക്കെ ഈ സ്റ്റാർബക്സിൻ്റെ കോഫി കപ്പ് എടുത്തിട്ട് അതിൽ പേര് ചെയ്ത് ഇതിങ്ങനെ സ്റ്റോറിയിലൊക്കെ ഭയങ്കര സംഭവം വേണ്ട. അതിൻ്റെ ഒരു ബേസ് ലെവലാണ് ഈ സാധനം പറയുന്നത്. മന്തി കഴിച്ചിട്ട് എന്തേലും കുടിക്കണം എന്ന് ഭയങ്കര പൂതിയുണ്ട്, പക്ഷെ ഓക്കെ വേണ്ട, വെള്ളം കുടിക്കുക, കൂടി പോയ മിന്റ് ലൈം, അതിന്റെ അപ്പുറം ഇല്ല. അല്ല, ശരിക്കും ചെറിയൊരു വീഡിയോ ഉണ്ട്, ഒരു കുട്ടി അറിയാതെ 7up കുടിച്ചു പോയി, എന്നിട്ട് കരഞ്ഞിട്ട് എന്താ സങ്കടം, ഞാൻ 7up കുടിച്ചു പോയി, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അത് നമ്മളിങ്ങനെ പറയല്ലോ, ഇപ്പൊ നമ്മള് പൈസ കൊടുത്ത് വാങ്ങിച്ചാലേ പ്രശ്നം, ഒരാള് തന്നാത്ത പ്രശ്നമാകുമ്പോ
നമ്മള് ശരിക്കും പേഴ്സണലി അതാണ് അതൊക്കെ ഒരു കുത്താണ്. ഈ ബോയ്ക്കോട്ടിന് അങ്ങനെ സാധ്യത ഉണ്ട്. നമ്മളൊരു സാധനം ഇഷ്ടമുള്ള സാധനം സാക്രിഫൈസ് ചെയ്യണം, അപ്പൊ നമുക്ക് എന്തോ ചെയ്ത പോലെ ഒരു തോന്നൽ വരും, സാറ്റിസ്ഫാക്ഷൻ കിട്ടും. അങ്ങനെ ഒരു സാധ്യതയും കൂടി ഇതിലുണ്ട്. പല ആ കാര്യങ്ങളും ഒരു സൈഡിൽ തന്നെ ഇപ്പൊ നമ്മള് ബോയ്ക്കോട്ട് ചെയ്യുന്ന പൂർണ്ണമായിട്ടും ബോയ്ക്കോട്ട് ചെയ്യുന്നതിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത്. അപ്പൊ തന്നെ നമ്മൾക്കിടയിലുള്ള കുറച്ച് ആളുകൾ ഈ ബോയ്ക്കോട്ടിങ് ഹറാമാണ്, ബോയ്ക്കോട്ടിങ് ചെയ്യുന്ന ഒരു ടെററിസ്റ്റുകളാണ്, ബോയ്ക്കോട്ടിങ് ചെയ്യുന്നത് ഒരു തരത്തിൽ ഭരണാധികാരികൾക്ക് എതിരെ തിരിയലാണ് എന്നൊക്കെയുള്ള രീതിയിലുള്ള ഒരു സാധനം വായിക്കാനില്ല. ഇസ്ലാം ഹലാലാക്കിയ സാധനം നമ്മളെങ്ങനെ ഹറാമാക്കുക. അതായത് യാ അയ്യുഹല്ലദീന ആമനു ലിമ തുഹർരിമു മാ അല്ലാഹു ഹലാലാക്കിയതിനെ അല്ലാഹു ഹറാമാക്കിയത് നിങ്ങൾ ഹലാലാക്കുന്നു, അല്ലാഹു ഹലാലാക്കിയത് നിങ്ങൾ ഹറാമാക്കുന്നു. നമുക്ക് എന്താ അവകാശമാണുള്ളത്, നമുക്ക് പറ്റൂല. പക്ഷെ അതിനൊരു പ്രശ്നം വെച്ചാല് 2 ടൈപ്പിലാണ് ഒരു കാര്യം ഹറാമാവുക. അപ്പോൾ ഒന്ന് ഹറാമുൽ ദാത്തിഹി എന്ന് പറയും, അത് അടിസ്ഥാനപരമായിട്ട് എന്തായിരിക്കും, അത് ഹറാമായിരിക്കും. അപ്പോൾ ഉദാഹരണത്തിന് പന്നിയിറച്ചി അതങ്ങനെ ഹറാമാണ്. പിന്നെയാണ് ഹറാമുൽ സബബിഹിന്നോ അല്ലെങ്കിൽ ഹറാമുൽ ഗൈരിഹിന്നോ എന്തും പറയും. അത് മറ്റൊരു കാരണം കൊണ്ട് എന്ത് ചെയ്യുക, ആ വസ്തു ഹറാമാവാം. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാൻ പലിശക്ക് ഒരു ചാക്ക് അരി വാങ്ങിച്ചിട്ട് ആ അരി ഭക്ഷണം കഴിക്കുകയാണ്. അപ്പോൾ അയാൾ എന്നിട്ട് പറഞ്ഞു ഇത് ഹറാമാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറയും ഇതെങ്ങനെ ഹറാമാവാ, ഇത് അരിയല്ലേ, ഇത് ഹലാലാണ്, അല്ലാന്ന് ചോദിച്ചാൽ അറിയാലോ. അപ്പം സ്വാഭാവികമായിട്ട് നമ്മൾ തീരുമാനിക്കണം എന്ത്, ഫലസ്തീന് നമുക്കറിയാം നമ്മളെ സഹോദരങ്ങളാണ്, ഒരു ബുദ്ധിമുട്ടാണ്, ഓല കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇസ്രായേലായിട്ട് നമ്മളൊരു ബന്ധമില്ല, ഓല നമ്മൾ എതിർക്കണം, ഓലായിട്ട് നമ്മൾ യുദ്ധം ചെയ്യാൻ പറ്റണം, യുദ്ധം ചെയ്യണം. ഇപ്പൊ നമ്മള് പറയാണ്, ചില ആളുകളെങ്കിലും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, നമ്മളെന്തിനാണ് ഇവിടെ ഇരുന്നിട്ട് ഇത് ബോയ്ക്കോട്ട് ചെയ്യണത്, ഇത്രയും ചെറിയൊരു കാര്യം നമ്മളെന്തിനാണ്, ഒരു കാര്യം ഉണ്ടാവില്ല എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഫലസ്തീനത്തെ ഒരു ചെറിയ കുട്ടി, ഈ ചെറിയ കുട്ടി ഏറ്റവും ചെറിയ കുട്ടിയാണെങ്കിൽ പോലും ഒരു സോൾജറെ കാണുമ്പോൾ കല്ലെടുത്തെറിയാം. ആ കല്ലെടുത്തെറിഞ്ഞുകൊണ്ട് ഇസ്രായേൽ തകർന്നു പോകുന്നില്ല, അത്രയും ചെറിയ എഫേർട്ട്. അപ്പൊ അവിടുന്ന് അത്രയും ചെറിയ എഫേർട്ട് ആയിട്ട് പോലും അങ്ങനെ ചെയ്യുന്ന ആളുകളാണ് ഫലസ്തീനികളെ സംബന്ധിച്ചിടത്തോളം. അത്രയും വലിയൊരു എഫേർട്ടിനെ, അവരുടെ പോരാട്ടത്തെ, മുജാഹിദുകളെ ഇതിനൊക്കെ ആയിട്ട് കാലിലടിയിലാക്കിയിട്ടാണ് നമ്മൾ പറയുന്നത്. ഇതിലെന്താ കാര്യം, നമ്മളൊരു എഫേർട്ട് ഇടാൻ പോലും തയ്യാറല്ല. ചെറിയ രീതിയിലുള്ള ഒരു ബോയ്ക്കോട്ടിങ്ങിന് പോലും നമ്മൾ മാനസികമായിട്ട് തയ്യാറാകുന്നില്ല. അതിനെ എതിർക്കുക, ബോയ്ക്കോട്ടിങ് ഹറാമാണ്, ബോയ്ക്കോട്ടിങ് ചെയ്യുന്ന ആളുകൾ എന്താണ് മറ്റൊരു രീതിയിൽ വേറൊരു സൈഡാണ് എന്ന് പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മുമ്പോട്ട് മാറ്റി വെക്കല് അത് ശരിയാവില്ല. അതായത് നമ്മൾ പറയാൻ പറയോ ഫലസ്തീനത്തെ മക്കള് പാവജ ഫോട്ടോ ഉണ്ടോ, എന്ത് വിഷമല്ലേ, പക്ഷെങ്കിൽ വേറെന്താ ചെയ്യണം എന്ന് അറിയുമ്പോ നമ്മളിപ്പം ചെയ്തിട്ട് എന്താ, നമ്മളെന്താവാനാ, മൈൻഡിലേ ഇല്ല. ഒരു ഫാരിസ് അമ്മാദി എന്ന് പറഞ്ഞ ഒരാളുണ്ട്, ഒരു ഷെയ്ഖ്, UAE-ലാണ്. അദ്ദേഹത്തിനെ കുറിച്ച് ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്തിട്ട് പല ആളുകളും പറയുന്നത് അദ്ദേഹം ഒരു ജിം ട്രെയിനർ ആയിരുന്നു, ഒരു ക്രോസ് ഫിറ്റ് ട്രെയിനർ ആയിരുന്നു, പെട്ടെന്നാണ് അദ്ദേഹം ഷെയ്ഖായി എന്നൊക്കെ പറയുന്ന ഒരു വാദങ്ങളുണ്ട്. പക്ഷെ നമ്മൾ അത് നോക്കേണ്ടതില്ല. അദ്ദേഹം ഒഫീഷ്യലി UAE-യുടെ കീഴിൽ വർക്ക് ചെയ്യുന്ന ഒരു ഷെയ്ഖാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു വാദം എന്താന്ന് വെച്ചാല്, ഈ ബോയ്ക്കോട്ടിങ് പാടില്ല, ബോയ്ക്കോട്ടിങ് നമ്മൾ ചെയ്യാൻ പാടില്ല, അത് നേതാക്കൾക്കെതിരെ, അതായത് ഇമ്മത്തിന് എതിരെ തിരിയുന്നത് പോലെയാണ് എന്ന് പറയുന്നുണ്ട്. ആദ്യം പറയുന്നത് ഇത് ചെയ്യുന്ന ഒരു ടെററിസ്റ്റ് ആണെന്ന് പറയുന്നുണ്ട്. പിന്നെ ഇതിനെ ഒരുപാട് ആക്ഷേപിച്ചിട്ടാണ് പിന്നെ സോഫ്റ്റ് ആയിട്ട് അതിനെ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ തന്നെ ഫസ്റ്റ് പറയുന്നത് എന്താ വെച്ചാല് ഇമ്മത്തിനെതിരെ തിരിയാന്ന് പറയാണ്. എന്നിട്ട് അദ്ദേഹത്തിന്റെ ഹിസ്റ്ററി ഭരണാധികാരികൾക്കെതിരെ തിരിയാൻ പാടില്ല, കാരണം ഇസ്രായേൽ UAE-ക്ക് പ്രൊവൈഡ് ചെയ്യുന്നു, UAE നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നു, അപ്പൊ നമ്മൾ എങ്ങനെയാണ് അവർക്കെതിരെ പറയാന്ന് പറയുന്നത്. അപ്പൊ കുറച്ചു മുമ്പ് അദ്ദേഹത്തിന്റെ തന്നെ ഹിസ്റ്ററി എടുത്തു നോക്കിയാല് 2013 ഈജിപ്തില് ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ പ്രസിഡന്റിനെതിരെ സംസാരിച്ച വ്യക്തിയാണ് ഇയാള് ഈജിപ്തുകാരൻ പോലും അല്ല, UAE-ൽ ഇരുന്നിട്ട് ഈജിപ്തിനെതിരെ സംസാരിക്കുക, അവിടുത്തെ നേതാവിനെതിരെ സംസാരിച്ച വ്യക്തിയാണ്. അത് കഴിഞ്ഞ് 2016 ഉർദുഗാനെതിരെ ഈ തുർക്കിയിൽ സംസാരിച്ച വ്യക്തി ഇയാള് സജീവമായിട്ട് എല്ലാ നേതാക്കന്മാർക്കെതിരെയും പോസ്റ്റ് ഇടാണ്. അപ്പൊ എന്നിട്ട് ഇപ്പോഴത്തെ ഞാനൊരു സാധനം കണ്ടിരുന്നു, മൂപ്പര് സംസാരിക്കുന്നു പ്രൊട്ടസ്റ്റ് പാടില്ല എന്ന് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിനെ നിരന്തരം ഫോളോ ചെയ്യുന്ന, അദ്ദേഹത്തിന്റെ പോസ്റ്റുകളും ട്വീറ്റുകളും സപ്പോർട്ട് ചെയ്യുന്ന, സ്റ്റോറി ഇടുന്ന ആളുകൾ ഉണ്ട് കേരളത്തിൽ. എന്ന് വെച്ചാൽ ഈ ഒരു സാധനം ബോയ്ക്കോട്ടിങ്ങിനെ കുറിച്ച്, അതേപോലെ തന്നെ ഈ പ്രൊട്ടസ്റ്റിനെ കുറിച്ചൊക്കെ നിലപാടുകൾ അദ്ദേഹത്തിന് സ്വീകരിക്കുന്ന ആളുകൾ കേരളത്തിലുണ്ട്. യാഥാർത്ഥ്യമാണ് ഇത്. പല ആൾക്കാരും പറയുന്നത് ഇപ്പം പ്രവാചകന് ഹുദൈബിയ സന്ധിയല്ലേ ചെയ്തത്, അപ്പം നമ്മള് പീസാ വേണ്ടത്, അല്ലാണ്ട് പ്രശ്നങ്ങളല്ല വേണ്ടതെന്ന് കണ്ടിട്ട് ഇതേപോലത്തെ കുറെ ആൾക്കാർ വരുത്തുന്നുണ്ട്. പക്ഷെ ശരിക്കും അത് ഹുദൈബിയ സന്ധിനെ തെറ്റിദ്ധരിക്കുകയാണ്. പ്രവാചകന് ഏറ്റവും വലിയൊരു പോളിസി ആയിരുന്നു നീതിയാണ്. ജസ്റ്റിസ് വിത്തൗട്ട് പീസ് ഇല്ല പ്രവാചകന്, നീതിയാണ്. അപ്പം ഹുദൈബിയ സന്ധി പരിശോധിച്ച് നോക്കി നമ്മൾ അറിയും അത് ഹുദൈബിയ സന്ധി പ്രവാചകൻ ഇങ്ങനെ പവറില്ലേനു, അപ്പം മക്കായിട്ട് വിട്ടുന്ന സന്ധി അങ്ങനല്ല. ഹുദൈബിയ സന്ധി ശരിക്കും പവർ പ്രവാചകനേനു. ഹുദൈബിയ സന്ധിയിലൂടെ ശരിക്കും എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, അതായത് മക്കയിൽ നിന്ന് ഹിജറ ചെയ്ത് മദീനയിലെത്തിയ ആൾക്കാരെ മനുഷ്യന്മാരായിട്ട് പോലും മക്കയുടെ മുശ്രിക്കുകൾ കണ്ടില്ലേനു, ഓലെ കൊന്നു കളിയുക,
ഒരു ടീമായിട്ട് മക്കയത്തെ മുഷ്രിഖ് ഒരിക്കലും അംഗീകരിച്ചില്ല. മക്കയത്തെ മുഷ്രിഖുകളുടെ ഒരു അടിമ സ്വഭാവത്തിലാണ് എന്ത് ചെയ്തത് മദീനയിലേക്ക് ഹിജറ പോയ ആൾക്കാരിൽ കണ്ടിരുന്നത്. പക്ഷേ ഈ ഹുദൈബിയ സന്ധി സംഭവിക്കുന്നതോടുകൂടിയിട്ട് ഇതൊരു രാഷ്ട്രമായിട്ട് അംഗീകരിക്കൽ ആർക്ക് നിർബന്ധമായിട്ട് വന്നു? മക്കാർക്ക് നിർബന്ധം. അതായത് ഇവരൊരു ടീമാണ്, ഇവർക്ക് സ്വത്തമുണ്ട് എന്നുള്ളത് അംഗീകരിക്കൽ മക്കാർക്ക് വന്നു. അതാണല്ലോ ഫസ്റ്റ് ഹുദൈബിയ സന്ധി സംഭവിച്ചത് തൊട്ടുടനെ നടക്കുന്ന ആയത്തേതാ? ഇന്നാ ഫതഹ്നാലക ഫതഹൻ മുബീന. അതായത് നിങ്ങൾ വിജയിക്കാണ് ചെയ്തിട്ടുള്ളത്. അതായത് പ്രവാചകന്റെ കുറേ ഡിമാൻഡുകൾ ഒക്കെ അംഗീകരിക്കപ്പെടുകയാണ്. പ്രവാചകന് അംഗീകരിക്കപ്പെടുകയാണ്. അതായത് പ്രവാചകന്റെ ടീം മദീന ഒരു രാഷ്ട്രമായിട്ട് അംഗീകരിക്കപ്പെടുകയാണ്. മുസ്ലിങ്ങൾക്ക് ഇനി ഒരു 10 കൊല്ലത്തേക്ക് ഇവർ ഉപദ്രവിക്കാൻ പോലും പറ്റൂല, അത് അംഗീകരിക്കപ്പെടുകയാണ്. അടുത്ത വർഷം പ്രവാചകൻ വന്നിട്ട് ഉംറ ചെയ്യൽ, അതായത് ഇവരൊരു ഐഡന്റിറ്റി അംഗീകരിക്കപ്പെടുകയാണ്. ജസ്റ്റ് ഒന്ന് ഫലസ്തീൻ പറ്റി ആലോചിച്ച് നോക്ക്. ഫലസ്തീനത്തെ മനുഷ്യന്മാരെ പറ്റി എന്താ എപ്പോഴും ഇസ്രായേലി സൈനികരും ഭരണാധികാരികളും പറയരുത് മനുഷ്യന്മാരല്ല, ആനിമൽസ് എന്ന് പറയല്. ഓലെ കൊന്ന് ഫലസ്തീൻ ഒരു രാഷ്ട്രമായിട്ട് എന്ത് ചെയ്യുന്നില്ല, ഒരു സ്റ്റേറ്റ് ആയിട്ടൊന്നും ഇവര് കാണുന്നില്ല. അപ്പം അന്ന് സംഭവിച്ചത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇതൊക്കെ കിട്ടിയിട്ടാണ് സന്ധി ആയിട്ടുള്ളത്. അപ്പൊ ഇവരറിയാം നമ്മൾ പീസ് ചെയ്യണം, ഹുദൈബിയ സന്ധ്യ എന്ന് പറഞ്ഞാൽ അതല്ല ഇവിടെ നടക്കുന്നുള്ളതാണ്. ഈ ഹസ്സാൻ ഖനഫാനില്ലേ, മൂപ്പരൊരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്, ഒരു ഫലസ്തീനിയൻ റവല്യൂഷനിസ്റ്റ് ആണ്. ഇങ്ങനെ പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഇന്ന സന്ധി സംഭാഷണത്തിൽ ഒരുങ്ങിക്കൂടെ? ഒരു ഇന്റർവ്യൂ ചോദിക്കുമ്പോൾ വാട്ട് ആർ യു സെയിങ്, ദ പീസ് ടോക്ക് ബിറ്റ്വീൻ ദ ഹെഡ് ആൻഡ് ദ നൈഫ് ആൻഡ് ദി നെക്ക്. ഇങ്ങനെ കത്തിയും കഴുത്തും തമ്മിലുള്ള ഒരു പീസ് ടോക്കിനെ കുറിച്ച്, സന്ധി സംഭാഷണത്തെ കുറിച്ചാണ് ഞങ്ങൾ പറയുന്നത്. ഒരു കോളനൈസറും ഒരു കോളനിയും തമ്മിലുള്ള സന്ധി സംഭാഷണത്തെ കുറിച്ചാണ്, സെറ്റിലർ കോളനിയും ഒരു കോളനൈസറും തമ്മിലുള്ള ഒരു സന്ധി സംഭാഷണത്തെ കുറിച്ചാണ് ഞങ്ങൾ പറയുന്നത്. ഒരു അർത്ഥമല്ലല്ലോ, അർത്ഥമല്ല. അതുപോലെ തന്നെ നമ്മൾ ഇത്രയേറെ സംസാരിച്ച എക്കണോമിക് ബോയ്ക്കോട്ടാണ്. നമ്മൾ ഇതിനേക്കാണ്ട് കൂടുതൽ നടക്കുന്ന സാധനമുണ്ട് അക്കാഡമിക് ആൻഡ് കൾച്ചറൽ ബോയ്ക്കോട്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ യൂണിവേഴ്സിറ്റികളും അതുപോലെ തന്നെ കൾച്ചറലി ആയിട്ടുള്ള ആളുകളായിട്ട് കൂടുതൽ ബോയ്ക്കോട്ടിങ് നടക്കുന്നുണ്ട്. എങ്ങനെ വെച്ചാൽ ഇസ്രായേലായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റികൾ, അല്ലെങ്കിൽ ഇപ്പം പല ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റിയുള്ള ഒരു കാര്യമാണ് എക്സ്ചേഞ്ച് പ്രോഗ്രാംസ് എന്ന് പറയുന്നത്. ഈ എക്സ്ചേഞ്ച് പ്രോഗ്രാംസ് ഇസ്രായേൽ യൂണിവേഴ്സിറ്റിയിലേക്ക് ആരും എക്സ്ചേഞ്ച് ചെയ്യാണ്ടിരിക്കുക, അങ്ങനെ അതിൽ നിന്ന് വിട്ടുവെക്കുക. അതുപോലെ തന്നെ പല അക്കാഡമികൾ, ഏതെങ്കിലും ഒരു ഇസ്രായേലി പ്രൊഫസർ ഒരു കോൺഫറൻസിൽ പങ്കെടുക്കുകയാണെങ്കിൽ ആരും പോകില്ല. ഒന്നുകിൽ ആ ഇസ്രായേലിന്റെ പ്രതിനിധിയെ ഒഴിവാക്കുക, അല്ലെങ്കിൽ ആ കോൺഫറൻസ് കുറെ വീഡിയോസ് ഒക്കെ വരലേ. അതായത് ഒരു ഇസ്രായേലി പ്രൊഫസർ വന്നിട്ട് സംസാരിക്കുമ്പോൾ എല്ലാരും ഇങ്ങനെ കയ്യിൽ ചോരാക്കി കൈ ഒന്നിക്കുക, അവിടുന്ന് ബാനർ നോക്കി ഇറങ്ങി പോവുക. ഭയങ്കരമായിട്ട് ഈ എൻകാമ്പുമെന്റ് ഒക്കെ അങ്ങനെയാണല്ലോ മൊത്തത്തിൽ യൂണിവേഴ്സിറ്റികളിൽ ഒരു ഇതായിട്ട് വരുന്നത്, അതായത് ഡൈവേസ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ കൾച്ചർ ബോയ്ക്കോട്ട് എന്ന് പറയുന്നത് വെച്ചാൽ ഒരു മ്യൂസിക് പ്രോഗ്രാമോ അല്ലെങ്കിൽ ഫിലിം ഫെസ്റ്റിവൽ അങ്ങനെയൊക്കെ നടക്കുന്ന സമയത്ത് ഇസ്രായേലിന്റെ പ്രതിനിധിയോ അല്ലെങ്കിൽ ഇസ്രായേലിന്റെ ഫണ്ടഡ് ആണെങ്കിൽ അതിന് ബോയ്ക്കോട്ട്, അതിന് മാറിക്കുക, ഫണ്ടിങ് പാടില്ല, അല്ലെങ്കിൽ ആ പ്രതിനിധിയെ ഒഴിവാക്കുക എന്നുള്ള. അങ്ങനെ നമ്മൾ ഈ ബോയ്ക്കോട്ട് ഇതുണ്ടല്ലോ, ബ്ലോക്കൗട്ടൊക്കെ നമുക്ക് അങ്ങനെ പറയാൻ പറ്റും. ഇപ്പൊ ഈ ഇതിന്റെയൊക്കെ രണ്ടിന്റെയും ഭയങ്കര ഏറ്റവും മൂർത്തമായ ഉദാഹരണങ്ങൾ നമുക്കറിയാം. ഇപ്പൊ എൻകാമ്പമെന്റ് ഭയങ്കരമായിട്ട് സംഭവമായിട്ട് നടന്നല്ലോ. എൻകാമ്പമെന്റ് ഈ ഒരു ഐഡിയയിലാണല്ലോ അക്കാഡമിക്കലി ഒരു നിലക്കും ഇസ്രായേൽ ഇതിൽ കടന്നു കയറാൻ. ഹാർവേർഡിലെ സ്റ്റുഡൻസ് ഒക്കെ ഓൾക്ക് ഹാർവേർഡിലൊക്കെ മാസ്റ്റേഴ്സോ അല്ലെങ്കിൽ അവിടുന്ന് ഡിഗ്രി കിട്ടുക എന്ന് പറഞ്ഞാൽ അത്ര വലിയ കാര്യം. എന്നിട്ട് ഓരത് വേണ്ടാന്ന് വെക്കാണ്. ഫലസ്തീനുകൾക്ക് വേണ്ടിയിട്ട് എനിക്ക് നിങ്ങളെ ഇത് വേണ്ടാന്നുള്ള ഇതിൽ ഓരോ ബോയ്ക്കോട്ട് ചെയ്യുന്ന നമുക്ക് പല വീഡിയോസ് നമ്മൾ റീലിലൊക്കെ കണ്ടിട്ടുണ്ട്. അതാണ് ആലോചിക്കുമ്പോൾ സങ്കടം വരും. അതായത് ഗ്ലോബൽ ലെവലിൽ തന്നെ കുറേ ആൾക്കാർ ഈ ഫലസ്തീനിന് വേണ്ടിയിട്ട് വലിയ വലിയ കാര്യങ്ങൾ സാക്രിഫൈസ് ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈജിപ്തിന്റെ നമ്മള് ഒരു ടൈമിൽ ഇപ്പോൾ ഈ October 7th ശേഷമാണല്ലോ ഈ ഒരു സെൻസേഷനിൽ നമ്മളിത്. അതിന് മുമ്പ് നമ്മള് ഫലസ്തീൻ വിഷയം നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ തന്നെ എനിക്ക് ഓർമ്മയുണ്ട്, നമ്മളൊരു സമയത്ത് സ്പോർട്സിൽ എങ്ങനെയാണ് ഈ ഒരു ബോയ്ക്കോട്ട് സാധനം, അതേപോലെ തന്നെ ഈ ഒരു സോളിഡാരിറ്റി വർക്ക് ചെയ്തതെന്ന് ചർച്ച ചെയ്തപ്പോൾ ഈജിപ്തിലൊരു അബൂത്രിക്ക ഒരു കളിക്കാരനെ കുറിച്ച് നമ്മൾ സംസാരിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ കരിയർ തന്നെ വലിയ രീതിയിൽ ഡൗൺ ചെയ്തത് ഈ ഒരു ഗസയോടുള്ള ഇതിന്റെ പേരിലാണ്, സോളിഡാരിറ്റിയുടെ പേരിലാണ്. അപ്പൊ നമ്മള് മോസല പൊങ്ങി വന്ന സമയത്ത് നമ്മൾ ഒരു കമ്പാരിസൺ ആ സമയത്ത് നടത്തിയിട്ടുണ്ടായിരുന്നു. ഒരു തരത്തിലും സപ്പോർട്ട് ചെയ്യാതെ ഈ ഒരു കോഴ്സുമായിട്ട് നിൽക്കാതെയാണ് മോസല കരിയർ മൊത്തം ബിൽഡ് ചെയ്തത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് തോന്നുന്നുണ്ട്. മോസല മറ്റേ ബ്ലോക്ക് ഔട്ട് ലിസ്റ്റിലൊക്കെ ഉണ്ട്, സെലിബ്രിറ്റി ബ്ലോക്ക് ഔട്ട് ലിസ്റ്റിൽ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്താത്ത വ്യക്തിയാണ്. അപ്പൊ അവിടെ പലപ്പോഴും ചരിത്രം എപ്പോഴും ഓർത്ത് വെക്കുന്ന ഒരാളാണ് ഈ ഒരു ഈജിപ്ഷ്യൻ പ്ലെയർ. കറക്റ്റ് ചരിത്രം ഓർമ്മല്ല, പക്ഷെങ്കിൽ ഇദ്ദേഹത്തിന്റെ കരിയറാണ് നഷ്ടപ്പെടുന്നത് ഈ ഒരു സോളിഡാരിറ്റി കാരണം. അതിനുശേഷം അദ്ദേഹത്തിന്റെ ടീഷർട്ടുകളിൽ ജീവിതം മൊത്തം ഈ ഒരു സോളിഡാരിറ്റിക്ക് വേണ്ടി മാറ്റി വെക്കണം. അവർ ഒരുപാട് ആൾക്കാർ കരിയർ നഷ്ടപ്പെട്ടവരുണ്ട്. മുമ്പ് ഫലസ്തീനുകൾക്ക് ഏതോ ബാലൻഡിയറോ ഏതോ കിട്ടാതെ ഫലസ്തീനുകൾക്ക് വേണ്ടിയിട്ട്
ഇതാക്കുന്നു, അത് സമർപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിന്റെ വീഡിയോ കണ്ടിരുന്നു. അതുപോലെ തന്നെ മെസ്സി എന്താണ് ഇസ്രായേലിന് വേണ്ടി അനുകൂലാണ് എന്നൊക്കെ പറഞ്ഞാൽ പണ്ടുള്ള തർക്കാണ്. റീൽസിൽ പലതും കാണുന്നു, എന്തൊക്കെ കാണുന്നു. നമുക്ക് കൃത്യമാക്കി പറയാൻ പറ്റില്ല. റീൽസ് പണ്ടൊക്കെ ഇതിങ്ങനെ ഒരു ഒഴിവാക്കല്, സൈഡാക്കല്, ഫലസ്തീൻ എന്ന് പറഞ്ഞാലും എന്നെ സൈഡാക്കും, അങ്ങനെ ഒരു സാഹചര്യമാണ്, അങ്ങനെ ഒരു നരേഷനും അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ ഇന്ന് പണ്ട്. പക്ഷെ ഇന്ന് അങ്ങനല്ല. ഇന്നൊരു ക്രൗഡും മാസമൊക്കെ ഇവർക്ക് സപ്പോർട്ടാണ്. ഞാനിതിനെ വിമർശിച്ച് പറയില്ല. ഇപ്പോൾ ക്യാൻസൽ കനി കുസൃതി പോയിട്ട് പേഴ്സ് കാണിച്ചു. അപ്പോൾ പേഴ്സ് കാണിച്ചപ്പോൾ ഭയങ്കര അപ്ലോഡാണല്ലോ അവർക്ക് കിട്ടുന്നത്. അവർ ചെയ്ത് ഭയങ്കര ഹീറോയിക്കായിട്ടുള്ള കാര്യമാണ്. പക്ഷേ പണ്ട് കാലത്തെ കാര്യം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ, പണ്ട് എന്നല്ല കുറച്ച് മുമ്പ് ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും, അതായത് എല്ലാ നിലക്കും അവരെ പല നിലക്കും ബോയ്ക്കോട്ട് ഇങ്ങനെ അവസ്ഥ അങ്ങനെ പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഈ ബോയ്ക്കോട്ടിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മൾ ഭയങ്കര സിമ്പിൾ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ബോയ്ക്കോട്ട് BDS മൂവ്മെൻറ്റ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വലിയ പ്രയാസമില്ല. പക്ഷെ BDS മൂവ്മെൻറ്റ് ഉള്ളിടത്ത് ആൻറ്റി BDS ലോസ് എന്ന് പറയുന്നത് ഭയങ്കര അമേരിക്കയിൽ അവിടെയുള്ള അമേരിക്കൻ സ്റ്റേറ്റ്സിൽ 33 സ്റ്റേറ്റുകളിൽ ആൻറ്റി BDS ലോസ് ഉണ്ട്. അതായത് അത്രക്കും, അതായത് ഓരോ സ്റ്റേറ്റിലും ഓരോ എംപ്ലോയിയും ഓരോ വർഷവും കോൺട്രാക്റ്റ് പുതുക്കുന്ന വേളയിൽ അവരതിൽ ടേംസ് ആൻഡ് അഗ്രിമെൻറ്റ്സിൽ അതിൽ ഒപ്പിട്ട് കൊടുക്കണം. എന്ത്, ഞാൻ ബോയ്ക്കോട്ട് ഇസ്രായേൽ ക്യാമ്പയിനിൽ പങ്കെടുക്കൂല, ഞാൻ ഇസ്രായേലിനെ ബോയ്ക്കോട്ട് ചെയ്യൂല എന്ന് അവിടെ ഓരോ എംപ്ലോയിയും, ടെക്സാസിലുള്ള ഒരു എംപ്ലോയിക്ക് എന്ത് കാര്യമാണ് ഇസ്രായേലുമായി ബന്ധപ്പെട്ട് ചെയ്യാനുള്ളത്, പക്ഷെ അവിടുത്തെ ഓരോ എംപ്ലോയിയും ചെയ്യണം. അപ്പോൾ ആലോചിച്ച് നോക്കി ഇതിൻ്റെ ഒക്കെ ഒരു ദൂരവ്യാപകമായിട്ട് എങ്ങനെയാണ് ഇതിനെ അവർ കാണുന്നത്. കാരണം BDS മൂവ്മെൻറ്റ് പറഞ്ഞാൽ ആ നിലയ്ക്ക് ഇവർ എക്കണോമിക്കലി ഭയങ്കരമായിട്ട് ഇടങ്ങാറാക്കുന്നുണ്ട്. ഇപ്പോൾ കുറേ സംഭവങ്ങളുണ്ട്. ഇപ്പോൾ ബഹിയ അമാവി പറഞ്ഞിട്ടൊരു ഒരു സ്ത്രീ ഉണ്ട്. അവർ അവിടെ ഒരു പാത്തോളജിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നൊരു സ്ത്രീയാണ്. അപ്പോൾ അവർക്ക് ഇതേപോലെ സ്കൂളിൽ അറബിക്ക് സംസാരിക്കുന്ന, അതായത് ഫലസ്തീനി അമേരിക്കനാണ് ബഹിയ അമാവി. അപ്പോൾ ഇതേപോലെ കോൺട്രാക്റ്റ് പുതുക്കാൻ നേരം ബഹിയ അമാവിക്ക് ഇങ്ങനൊരു ഇതും കൂടിയും വരികയാണ്. നിങ്ങൾ ബോയ്ക്കോട്ട് ഇസ്രായേൽ ക്യാമ്പയിനുകളിൽ പങ്കെടുക്കാൻ പാടില്ല, ഇസ്രായേലിനെ നിങ്ങൾ ബോയ്ക്കോട്ട് ചെയ്യാൻ പാടില്ല. ബഹിയാമാവി ഒപ്പിട്ട് കൊടുത്തില്ല. അതോടുകൂടിയിട്ട് അവരെ അവിടുന്ന് പുറത്താക്കുകയാണ്. അങ്ങനെ അവർ കോടതി കയറുകയാണ്. ഇപ്പോഴും നമ്മളിതിൻ്റെ യൂറോപ്പ് അമേരിക്ക എന്നൊക്കെ പറയുന്നത് ഫലസ്തീൻ പ്രൊട്ടസ്റ്റിന് വേണ്ടിയിട്ട്, അനുകൂല പ്രൊട്ടസ്റ്റിന് വേണ്ടിയിട്ട് കത്തുകയാണെന്ന് പറയുമ്പോൾ പോലും അവിടുത്തെ ഗവൺമെൻറ്റിൽ ഇപ്പോഴും ഇവർ കോടതി കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഒപ്പിടാത്തതിൻ്റെ പേരിൽ ഇങ്ങനെ ഒരുപാടുണ്ട്. അവിടെ ആർക്കൻസാൻസ് ടൈം എന്ന് പറഞ്ഞാണ്ട് ഒരു പത്രമുണ്ട്, ചെറിയ പത്രം, ലോക്കൽ പത്രമാണ്. ഒരു സ്റ്റേറ്റുമായി ബന്ധപ്പെട്ടൊരു, അതായത് ഒരു നാട്ടിൽ മാത്രമുള്ള പത്രം. ആ പത്രാധിപന് ഇപ്പോഴും പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, അവർക്ക് ഫണ്ട് വരുന്നില്ല. അതായത് അവിടുത്തെ ആഡുകളിൽ അവരുടെ റവന്യൂവിൽ മെയിനായിട്ട് ആഡ് റവന്യൂ വരുന്നത് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നുള്ള ആഡാണ്, അവിടുത്തെ ഗവൺമെൻറ് യൂണിവേഴ്സിറ്റീസ് എന്നുള്ള ആഡാണ്. അപ്പോൾ ആ ആഡ് ഇവർക്ക് കിട്ടുന്നില്ല, ഇവർ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഇവരത് ഒപ്പിട്ട് കൊടുക്കുന്നില്ല. ജസ്റ്റ് ടിക്ക് ഇട്ടിട്ട് സൈൻ ഇട്ടാൽ മതി, ഞങ്ങളെ പൊളിറ്റിക്കൽ ഇത് അതിനോട് ചേർന്ന് നിൽക്കൂല എന്ന് പറഞ്ഞിട്ട് അതിനോട് പ്രൊട്ടസ്റ്റ് ചെയ്തുകൊണ്ട് നിൽക്കാം. അപ്പോൾ അത്രയും BDSനെ കുറിച്ച് നമ്മൾ പറയുമ്പോഴും ആൻറ്റി BDS മൂവ്മെൻറ്റ്സ് ഇഷ്ടംപോലെ ഇപ്പോഴും നടക്കുന്നുണ്ട് പല നിലക്കും. ഇപ്പോൾ ഒരു ബോയ്ക്കോട്ട് എന്ന് പറഞ്ഞൊരു 2021 തോന്നുന്നത്, ബോയ്ക്കോട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഡോക്യുമെൻ്ററി ഇറങ്ങി, അതൊന്ന് കാണണം. ഓൺലൈനിൽ നമുക്ക് അവൈലബിൾ, അവരുടെ സൈറ്റിൽ പോയാൽ. അത് ജൂലിയ ബക്കാർ പറഞ്ഞൊരു സ്ത്രീയാണ് ഡയറക്റ്റ് ചെയ്ത്, കിടിലൻ ഡോക്യുമെൻ്ററിയാണ്. അപ്പോൾ അതിൽ ഈ കഥകളൊക്കെ പറയുന്നുണ്ട്. അതായത് US ഗവൺമെൻറ് ഉണ്ടാക്കിയെടുത്ത ഈ സാധനം ഉണ്ടല്ലോ, ഇങ്ങനൊരു ലോ, ഈ അമെൻമെൻറ്റ് കാരണം പ്രയാസപ്പെടുന്ന, അതിലൂടെ ഉണ്ടാക്കിയ പ്രശ്നങ്ങളെ കുറിച്ചാണ് ഒരു മണിക്കൂർ ദൈർഘ്യമുള്ള ഡോക്യുമെൻ്ററിയാണ്. അതിൽ ഈ സംഭവങ്ങളൊക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. എങ്ങനെയാണ് നമ്മൾ BDS എന്ന് പറയുമ്പോഴും ആൻറ്റി BDS മൂവ്മെൻറ്റുകൾ ഇത്ര കൃത്യമായി നടക്കുന്നുണ്ട്. കാരണം എന്താ, ഒറ്റ കാരണമുള്ളൂ, മണി സ്പീക്സ്. എന്നുവെച്ചാൽ ഈ ഇസ്രായേൽ തന്നെ ഈ BDSനെതിരായിട്ടുള്ള ഒരു ലോബിങ് നടത്തുന്നുണ്ട്. ഓരോ ബജറ്റിൽ ഇത്ര ശതമാനം ഇതിനെതിരെ ഫണ്ട് ഇതാക്കിയിട്ട്. ശരിക്കും ഞാൻ പറയുന്നത് അതന്നെ അതിന്റെ ഒരു വിജയമായിട്ട് പറയാൻ പറ്റില്ല. ഒരു തിങ്കിങ് മുസ്ലിം പോഡ്കാസ്റ്റ് എന്നൊരു പോഡ്കാസ്റ്റ്, അതിൽ ഇങ്ങനെ നിരീക്ഷണം വെക്കുന്നുണ്ട്. അതായത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു സൊല്യൂഷൻ എന്നുള്ള അർത്ഥത്തിലും കൂടി പറയട്ടെ, നമ്മൾ പേഴ്സണൽ ഒപ്പീനിയൻ കൂടിയാണ്. അതിൽ 3 കാര്യങ്ങൾ ഓരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ത്രെറ്റ് ആയിട്ടുള്ള 3 കാര്യങ്ങൾ എണ്ണി പറയുന്നിടത്ത്, ഒന്ന് ഹമാസ് എണ്ണി പറയും, രണ്ടാമത്തത് ഹമാസും ഹിസ്ബുള്ള എണ്ണി പറയും, രണ്ടാമത്തത് ഈ ഇറാനിയൻ ന്യൂക്ലിയർ പവറിനെ എണ്ണി പറയും, മൂന്നാമത് പോലെ എണ്ണി പറയുന്നത് BDS ആണ്. അപ്പൊ BDS എന്തുകൊണ്ടാണ് മൂന്നാമത് എണ്ണി പറയുന്നത് വെച്ചാൽ, പ്രത്യക്ഷത്തിൽ നമുക്ക് നോക്കിയാൽ വളരെ സിമ്പിളായിട്ട് മനസ്സിലാവും. BDS ഉണ്ടാക്കുന്ന ഇമ്പാക്ട് ഓരോ എക്കണമിനെ ബാധിക്കുന്നില്ല, ഇസ്രായേലിന്റെ എക്കണമിക്കിനെ ബേസിക്കലി ബാധിക്കുന്നില്ല.
പക്ഷെ എന്തുകൊണ്ടാണ് BDS ഈ മൂവ്മെന്റ് എന്തുകൊണ്ടാണ് ഒരു ഭയപ്പെടുന്നത്, എന്തുകൊണ്ടാണ് അമേരിക്കയിലൊക്കെ ഒരുപാട് ലോകൾ ഉണ്ടാവുന്നത്, BDSന് ഇത്രത്തോളം ഗവൺമെന്റ് ചെറുക്കുന്നത് എന്തിനാണെന്ന് അതിൽ അയാൾ അഭിപ്രായപ്പെടുന്നത് 2 കാരണങ്ങളാണ്. ഒന്നാമത് BDS ഉണ്ടാക്കുന്ന ഒരു ഓളം അതുകൊണ്ട് എന്ത് ചെയ്യപ്പെടുന്നുണ്ട്, ഇസ്രായേലിന്റെ 2 മേജർ ഫാക്ടേഴ്സ് നഷ്ടപ്പെടുന്നുണ്ട്. ഒന്ന്, ഈ ഇസ്രായേലിലേക്ക് ആളുകൾ ഇപ്പോഴും എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു പുതിയ ജനറേഷൻ ഇസ്രായേലിൽ ഉണ്ടാവുന്ന നിർബന്ധമാണ്. പുതിയ ജനറേഷന് ഇതൊക്കെ കണ്ടിട്ട് ഇതിനെ ഡിസഗ്രി ചെയ്യാം. അമേരിക്കയിലുള്ള സ്റ്റുഡൻസ് ആയാലും സ്റ്റുഡൻസ് ഓരോ നാട്ടിലുള്ള ജ്യൂസ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ഇതിനെ ഒപ്പോസ് ചെയ്യാണ്. ഈ ഒരു സംഭവങ്ങളൊന്നും ഇഷ്ടപ്പെടുന്നില്ല. ഇസ്രായേൽ വിളമ്പുന്നത് അങ്ങനെ തന്നെ വിഴുങ്ങാൻ, ഓരോ അജണ്ട അങ്ങനെ തന്നെ വിഴുങ്ങാൻ, അത് അങ്ങനെ തന്നെ അംഗീകരിക്കാൻ ഈ സ്റ്റുഡൻസ് തയ്യാറാവുന്നില്ല. അപ്പോൾ പുതിയ സമൂഹം, പുതിയ ജൂത സമൂഹം, സയനിസ്റ്റ് സമൂഹം ഉണ്ടാവുക എന്ന് പറയുന്നത് ആവശ്യമാണ്. അത് വലിയ പ്രതിസന്ധിയിലാവുകയാണ്. ഈ ഒരു BDS മൂവ്മെന്റിലൂടെ വലിയ പ്രതിസന്ധിയാവുകയാണ്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം ലോബി, അതായത് ഈ സയനിസ്റ്റ് എൻറ്റിറ്റിക്ക് സപ്പോർട്ട് ചെയ്യുന്ന ലോബികൾ സ്വാഭാവികമായിട്ടും രാജ്യം, നമ്മളിപ്പോൾ ഈ അപ്പാർത്തൈഡ് ഇതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു വളരെ പെട്ടെന്ന് ഈ ലോ ഒക്കെ വന്നു, മൂവ്മെന്റ് വളരെ വ്യാപകമായി എന്ന് പറയുന്നിടത്ത് നമ്മൾ പറയുന്ന ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ അമേരിക്ക പോലെയുള്ള യൂറോപ്യൻ കൺട്രീസിന് അത്ര താല്പര്യങ്ങളില്ലാത്ത ഒരു രാജ്യമാണ് ഈ ഇസ്രായേൽ. പക്ഷേ ഈ ഇപ്പോഴത്തെ സൗത്ത് ആഫ്രിക്ക. പക്ഷെ ഇന്ന് നമ്മൾ ഇസ്രായേലിന്റെ കാര്യം എടുത്തു നോക്കിയാൽ ഇസ്രായേലിന് താല്പര്യമില്ലാത്തൊരു രാജ്യമില്ല. എല്ലാ രാജ്യങ്ങളെയും ഫണ്ട് ചെയ്യുന്ന, ഒരുപാട് കാര്യങ്ങളിൽ ഇടപെടുന്ന ഭയങ്കര വാല്യൂ ഉള്ള ഒരു രാജ്യമാണ് ഇസ്രായേൽ. അപ്പോൾ ഇന്നത്തെ കാലത്ത് അങ്ങനെ പെട്ടെന്ന് നമുക്ക് ആ ഒരു സാധനം നടക്കില്ല. പക്ഷെ BDS ഉണ്ടാക്കുന്ന ഇമ്പാക്ട് എന്താണ്? BDSലൂടെ ആളുകൾ, ഒന്നാമത് ഞാൻ പറഞ്ഞു, ഈ സ്റ്റുഡൻസ് പുതിയൊരു ജനറേഷൻ ഇതിനെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. രണ്ടാമത്തത് ഈ ലോബി രണ്ടാമതൊന്ന് ആലോചിക്കേണ്ടി വരും. ഇസ്രായേലിനെ ഫണ്ട് ചെയ്യുന്നിടത്ത് രണ്ടാമതൊന്നും ആലോചിക്കാതെ ആളുകൾക്ക് ഇനി ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥ BDSലൂടെ ഉണ്ടാകുന്നുണ്ട്. ഈ 2 ഫാക്ടേഴ്സ് ആണ് ഏറ്റവും കൂടുതൽ ഇസ്രായേലിനെ ചൊടിപ്പിക്കുന്നതെന്ന് ഈ BDSനെ കുറിച്ച് പറയുന്നവർക്ക് നിരീക്ഷണം. ഭയങ്കര സത്യമാണ്. കാരണം 2014 ഒരു പഠനത്തിൽ പറയുന്നുണ്ട്, 2014 കൂടിയിട്ട് 46% ഇടിവാണ് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റിൽ ഇസ്രായേലിന് സംഭവിച്ചിട്ടുള്ളത്. കാരണം പുറത്തുള്ള ഒരു MNC ഇസ്രായേലിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പേടിക്കാണ്. കാരണം ബോയ്ക്കോട്ട് വന്നു കഴിഞ്ഞാലോ പണി പാടും. കാരണം അങ്ങനെയും പ്രയാസപ്പെടുന്ന കഥകൾ BDSന്റെ സൈറ്റ് എടുത്ത് നോക്കിയാൽ കുറേ കാണാം. അതിൽ വിയോലിയോ എന്ന് പറഞ്ഞിട്ട് ഒരു ഫ്രഞ്ച് കമ്പനി ഉണ്ട്, ഒരു MNC ആണ്. ഈ വേസ്റ്റ് മാനേജ്മെന്റ്, വാട്ടർ, ഇതുമായി ബന്ധപ്പെട്ട സർവീസുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന വലിയ കമ്പനിയാണ്. വിയോലിയോ എന്ത് ചെയ്തു, JKL എന്ന് പറഞ്ഞിട്ട് ജെറൂസലം റെയിൽവേ, ഒരു JKL ആണോ JLR ജെറൂസലം ഒരു റെയിൽവേ പദ്ധതിയാണ്. അതായത് വെസ്റ്റ് ബാങ്കിലുള്ള അധിനിവേശമായിട്ടുള്ള സ്ഥലങ്ങളുണ്ടല്ലോ, പുതിയതായിട്ട് കീഴടക്കിയ സ്ഥലങ്ങൾ, സെറ്റിലർ കോളനികൾ, ആ കോളനികൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു റെയിൽവേ സിസ്റ്റമാണ് JLR പദ്ധതി എന്ന് പറയുന്നത്. അതിലേക്ക് ആര് ഇൻവെസ്റ്റ് ചെയ്തു? ഈ വിയോലിയോ പറഞ്ഞ കമ്പനി ഇൻവെസ്റ്റ് ചെയ്തോട് കൂടിയിട്ട് 2008 BDS മൂവ്മെന്റ് അവരെ ടാർഗറ്റ് ചെയ്തു. ഇവരെന്താ ബോയ്ക്കോട്ട് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഡൈവെസ്റ്റ്മെന്റ് നടക്കണം, സാങ്ഷൻസ് നടക്കണം. അവിടെ നമ്മൾ ബോയ്ക്കോട്ട് പറയുമ്പോൾ പോലും നമ്മൾ തീരെ അപ്രധാനമായിട്ട് കാണുന്ന ഒരു സാധനം സാങ്ഷൻസ് അറിയും. സാങ്ഷൻസ് ഏറ്റവും പവർഫുൾ ആയിട്ട് നടക്കുന്ന ഒരു സന്ദർഭമാണ് ഈ വിയോലിയോ കമ്പനീൻ്റെ. അതായത് ഇവർ പല ഗവൺമെന്റ്സിനായിട്ട് പ്രഷർ ചെയ്തു വിയോലിയനെ കോൺട്രാക്റ്റുകളിൽ നിന്ന് ഒഴിവാക്കണം. വിയോലിയോ ചിലപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ഡെയിലി ലൈഫിൽ ഒരിക്കലും ബന്ധമില്ലാത്തൊരു കാര്യമാണ്, ഒരു കൺസേൺ ഇല്ലാത്തൊരു കമ്പനിയാണ്. അവർ നമുക്കൊരു പ്രൊഡക്റ്റും ഒരു സർവീസും നമുക്ക് നേരിട്ട് കൊണ്ടു തരുന്നില്ല ഒരു കൺസ്യൂമറിന്. പക്ഷെ വിയോലിയോ നമുക്ക് ഒരുപാട് വലിയ സർവീസ്. ഇപ്പോൾ 2014 കുവൈത്ത് ഒരു വാട്ടറുമായി ബന്ധപ്പെട്ട ഒരു വലിയൊരു കോൺട്രാക്റ്റ്, ആ കോൺട്രാക്റ്റിൻ്റെ ലേലം വിളി നടക്കുമ്പോൾ അതിൽ നിന്ന് ആരോ ഒഴിവാക്കുകയാണ്, വിയോലിയനെ ഒഴിവാക്കുകയാണ്. ആ കോൺട്രാക്റ്റിൻ്റെ എത്രയാണ്, 750 മില്യണാണ് ആ കോൺട്രാക്റ്റിൻ്റെ ഒരു ഹോൾഡ് ഷെയർ എന്ന് പറയുന്നത്. ആ ഷെയർ കിട്ടാനുള്ള അധികാരം പോലും ആ കോൺട്രാക്റ്റിൽ നിന്ന് തന്നെ ആരും ഒഴിവാക്കുകയാണ്, വിയോലിയനെ ഒഴിവാക്കുകയാണ്. അതായത് 2008 മുതൽ വിയോലിയോക്ക് 2015 വരെ ഉണ്ടായ നഷ്ടം $20 ബില്യൺ നഷ്ടമാണെന്ന്. അതായത് ഇതേപോലെ കോൺട്രാക്ട്സുകൾ അവർക്ക് നഷ്ടപ്പെട്ടിട്ട്. അങ്ങനെ 2015 ആകുമ്പോൾ വിയോലിയോ ഈ JLRന്ന് ഡൈവെസ്റ്റ് ചെയ്യണം. അവരവരുടെ എല്ലാ ഷെയർസും അവിടുന്ന് തിരിച്ച് വാങ്ങിയിട്ട് പോവുകയാണ്. ആ ഡൈവെസ്റ്റ്മെൻറ്റിൻ്റെ സാങ്ഷൻ്റെ ഒരു പവർ കാണിക്കുകയാണ്. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇപ്പോൾ വിയോലി ആവട്ടെ, എബിറ്റ് ആവട്ടെ, അങ്ങനെ കുറേ കമ്പനി, ഇപ്പോൾ പ്യൂമെൻ്റ് ആവട്ടെ, ഇവർ ചെയ്തു. ഇപ്പോൾ നമ്മൾ ഇത്ര പറഞ്ഞാലും ഓക്കെ BDS ഒന്നും നടക്കാൻ പോകുന്നില്ല എന്നതാണ് നമ്മുടെ ധാരണയെങ്കിൽ, ഇത് ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഇമ്പാക്റ്റ്, സോഷ്യൽ ഇമ്പാക്റ്റ് ഇങ്ങനെയൊന്നുണ്ട്. പ്ലസ് ഇതിന് ഇങ്ങനെ ഒരു എക്കണോമിക് ഇമ്പാക്റ്റും ഭയങ്കരമായിട്ടുണ്ട്. സോഷ്യൽ ഇമ്പാക്റ്റ് പറയുമ്പോൾ ശരിക്കും സത്യമാണ്. ബാക്കിയുള്ള ഇപ്പോൾ ഫലസ്തീനുമായി ബന്ധപ്പെട്ട് എന്ത് റെസിസ്റ്റൻസുമായി ബന്ധപ്പെട്ട് നമ്മൾ സംസാരിക്കുമ്പോഴും, ഇപ്പോൾ ഒരു ഗവൺമെൻറ്, ഒരു രാജ്യം, ഒരു ഭരണാധികാരി, അവിടുത്തെ മിലിറ്ററി,
ഇതാണല്ലോ അവിടുത്തെ റോള് വഹിക്കുന്ന ആൾക്കാർ. അതായത് അവിടുത്തെ സാധാരണ ജനങ്ങൾക്ക് അവരെ പ്രഷർ ചെയ്യുക എന്നുള്ളതിനപ്പുറം ഒന്നും ചെയ്യാൻ കഴിയില്ല. പക്ഷെ ഇവിടെ ആരാണ് പവർ? ഇവിടെ ആ കിങ് കൺസ്യൂമേഴ്സാണ്. കൺസ്യൂമർ തീരുമാനിക്കൂ, ഒരുമിച്ച് തീരുമാനിക്കുക. ഞങ്ങളെ പൈസ കൊണ്ട് ഈ പരിപാടി ഒന്നും നടക്കൂല കേട്ടോ. അതാണ് BDS മൂവ്മെൻറ്റിൻ്റെ ഏറ്റവും വലിയ സാധ്യത. അതായത് മാസ് മൂവ്മെൻറ്റിനുള്ള എല്ലാ പോസിബിലിറ്റീസും ഉണ്ട്. ആളുകൾ കൂടി തീരുമാനിച്ചാൽ ഒരു കമ്പനീൻ്റെ പോളിസി മാറ്റാൻ അവർക്ക് കഴിയും. ഇതാണ് ഇതിൻ്റെ ഒരു പവർ. തന്നെ നമ്മളിപ്പോൾ തുടക്കത്തിൽ ചോദിച്ചില്ല എന്താ ചെയ്യാൻ പറ്റുക വെച്ചാൽ ഇതന്നെ. അതായത് ആൾക്കാർ സൊല്യൂഷൻ ആയിട്ട് നമുക്കിപ്പോൾ കൃത്യമായിട്ടുള്ള സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് ഈ കോഴ്സിൽ ചെയ്യാൻ പറ്റുക എന്ന് പറയുമ്പോൾ അതിൽ ആ സൊല്യൂഷൻ ആയിട്ട് മുന്നോട്ട് വെക്കുന്ന കുറേ ആളുകൾ മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യമാണ് ഈ ഓണ്ടർപ്രണർഷിപ്പിൽ നമുക്ക് ഏറ്റവും നല്ല ലെവലിൽ മുന്നേറാൻ പറ്റുക. അതിന് സാധ്യതയുള്ള കഴിവുള്ള ആളുകളാണെങ്കിൽ ഏറ്റവും ടോപ്പിലേക്ക് നമുക്ക് എത്താൻ പറ്റുക. ഇസ്രായേലിനെ സംബന്ധിച്ച് നമ്മൾ നേരത്തെ സംസാരിച്ചപ്പോൾ പറഞ്ഞു, ഇസ്രായേൽ എന്താണ് നമ്മൾ പറഞ്ഞു, വാല്യൂ ഉള്ളത് കൊണ്ടാണ് ആളുകൾക്ക് ഇസ്രായേലിനെ ഒപ്പോസ് ചെയ്യാൻ പറ്റാത്തത്. അത്രത്തോളം സ്വാധീനം ഇസ്രായേൽ ഉണ്ടാക്കി കഴിഞ്ഞു ടെക് ഇൻഡസ്ട്രിയിൽ. ഓരോ രാജ്യത്തിന്റെ ഒരുപാട് കാര്യങ്ങൾ വർക്ക് ചെയ്യുന്നത് ചിലപ്പോൾ ഇസ്രായേലിന്റെ സഹായത്തോടു കൂടിയായിരിക്കും, ഇന്റലിജൻസ് കാര്യങ്ങളൊക്കെ. അപ്പൊ അങ്ങനെ ഒരു വാല്യൂ ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ്. അപ്പൊ നമ്മൾ